ഗോത്രീയ ചിന്ത, ട്രൈബലിസം എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നു. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഗോത്രീയത, യുക്തിചിന്ത എന്തുകൊണ്ട് എളുപ്പമല്ല, ഇതാണ് ഇന്നത്തെ വിഷയം. ഇത് കുറച്ച് ദീർഘമായൊരു പ്രസൻറ്റേഷനാണ്. മുഴുവനും പറഞ്ഞു തീർക്കാൻ പറ്റുമോ, അവസാനത്തെ സ്ലൈഡിൽ എത്താൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അവസാനത്തെ സ്ലൈഡ് ആദ്യം കാണിക്കട്ടെ. നന്ദി. എൻ്റെ മകൾ മേഘ, വിശ്വനാഥൻ, എൻ്റെ സുഹൃത്ത് വിശ്വനാഥൻ, റോള പി, ഭാനുശ്രീ ആൻഡ് രാജേഷ്, ഇവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഒരു സംഘം ആൾക്കാരെ റാൻഡമായി, ഒരു ക്രമവുമില്ലാതെ നമ്മൾ രണ്ടായി വിഭജിച്ച് 2 ഗ്രൂപ്പാക്കി ഒരു കളിയിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ ആ ഓരോ ഗ്രൂപ്പിലെ അംഗവും ആ ഗ്രൂപ്പിനോട് കൂറ് പുലർത്തുന്നത് നമുക്ക് കാണാം. അവരൊന്നിച്ചാണ് ഒരു കളി ഏർപ്പെടുക. ഈ കമ്പ വലിക്കുന്നത് ഒരേ ക്ലാസ്സിലെ കുട്ടികളാണ്. അവർ രണ്ടായി തിരിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും അവനവൻ്റെ ഗ്രൂപ്പിനോട് പൂർണ്ണമായി പ്രതിബദ്ധത പുലർത്തി കമ്പ വലിച്ചുകൊണ്ടിരിക്കും. അടിമാലിയിൽ നമ്മുടെ സെക്കുമിലി ഫാമിലി ഫെസ്റ്റിൽ ആദ്യം ചെയ്ത ഇതാണ്. എല്ലാവരും ഇരുന്നു, സതീഷ് വരച്ച ഓരോ ചിത്രം, ഒരു കുരങ്ങൻ്റെ അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ ഒക്കെ ഓരോ ചിത്രങ്ങൾ ഓരോ കൊടുത്ത് ഓരോ ഗ്രൂപ്പാക്കി വേർതിരിച്ചു. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അവിടെ അവരൊരു പരിപാടി ഉണ്ടാക്കി, അവർ കയറി അവതരിപ്പിച്ചു. ആ ഗ്രൂപ്പിഷ്നെസ് എന്ന സ്വഭാവം അത് മനുഷ്യനിൽ അന്തർലീനമാണ്. അതാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുണ്ടായി, ഞങ്ങൾ ഒരു ഗ്രൂപ്പായാണ്. ഞാനും അബൂബക്കറും സൗസീഫും എല്ലാവരും പെട്ടെന്ന് ഒരു ഗ്രൂപ്പായി മാറിയാണ്. നമ്മൾ ഒന്ന്, നമ്മുടെ പരിപാടികൾ, അവർ വേറെ. നമ്മൾ അവർ എന്ന് വേർതിരിക്കുന്നതിന് മനുഷ്യർ ഉപയോഗിക്കുന്ന ചില സവിശേഷ പെരുമാറ്റ രീതികളുടെ സംഘാതമാണ് ഗോത്രീയത എന്ന് നമുക്ക് പറയാം. ഈ ഗോത്രീയതയെക്കുറിച്ച് 6 പൊതു നിരീക്ഷണങ്ങളാണ് ഞാൻ ആദ്യമായി പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം. 3 ഭാഗങ്ങളുണ്ട് ഈ പ്രസൻറ്റേഷന്. ഇതാണ് കുറച്ച് ദീർഘമായ ഭാഗം. ഇത് കുറച്ച് വേഗത്തിൽ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനത്തെ 2 ഭാഗങ്ങൾ കുറേ കൂടി ചെറുതാണെങ്കിലും കുറേ കൂടി പ്രധാനമാണെന്നതുകൊണ്ട് ഇത് ഒരുപക്ഷെ കുറച്ച് ഫാസ്റ്റായിട്ട് പോകാമെന്ന് വിചാരിക്കണം. ആദ്യത്തെ ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ: സ്വഗോത്ര സ്നേഹവും പരഗോത്ര വിരോധവും, ഇൻഗ്രൂപ്പ് ലോയൽറ്റി ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റി. രണ്ടാമത്തേത് പ്രതീക പ്രധാനമാണ്. ഗോത്രീയത എന്നത് പ്രതീക പ്രധാനമാണ്. ട്രൈബലിസം ഈസ് ഓൾ അബൌട്ട് സിമ്പിൾസ്. അവിടെ പ്രതീകങ്ങൾ, പതാകകൾ, ഇതൊക്കെ അതിപ്രധാനമാണ്. പിന്നെ ഒന്ന് ഫോളോ ദ ലീഡർ. അതാണ് എൻ്റെ കരളിൻ്റെ കഷണമായ എന്നാണ് പ്രവാചകനെക്കുറിച്ച് പറയാം. ഗോത്രത്തിൻ്റെ തലവൻ, ഗോത്രത്തിൻ്റെ പ്രതിനിധി എന്നാൽ കണ്ണേ, കരളേ, നേതാവേ. ആ നേതാവിനോടുള്ള സമർപ്പണം, ഇത് ഗോത്രീയതയുടെ ഒരു പ്രത്യേകതയാണ്. 4മത്തേത് വ്യക്തിയല്ല, ഗോത്രമാണ് വലുത്. ഗ്രൂപ്പ് ഈസ് എവറിഥിങ്, ഇൻഡിവിജ്വൽ ഈസ് നത്തിങ്. ഇത് പോപ്പർ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. 5മത്തേത് അയുക്തികത. അയുക്തികത എന്നതാണ് ട്രൈബലിസത്തിൻ്റെ, ഗോത്രീയതയുടെ ഒരു അടിസ്ഥാന സ്വഭാവം. അതിൻ്റെ ഭാഷ തന്നെ അഭിമാനത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കണക്ക് തീർക്കലിൻ്റെയും ഒക്കെ ഭാഷയാണ് ട്രൈബലിസത്തിൻ്റെ ഭാഷ. 6മത്തെ വിഷയം, ഗോത്രീയത, ട്രൈബലിസം വർക്ക്സ് ത്രൂ ടാബൂസ്. നിയന്ത്രണങ്ങളിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത്. വിധി വിലക്കുകൾ കൊണ്ടോ മതിലുകൾ സൃഷ്ടിച്ചോ ഒക്കെയാണ് ഗോത്രീയത പ്രവർത്തിക്കുന്നത്. ഈ 6 സംഗതികളാണ് ആദ്യത്തെ ഖണ്ഡം. കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് പോകാം. ആദ്യത്തേത് നമുക്കറിയാം, 2 ഗ്രൂപ്പായി നമ്മൾ വേർതിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് നമ്മൾ ഗ്രൂപ്പിനെടുത്ത് നോക്കിയാലും അതിൽ നമ്മൾ, മറ്റവർ എന്ന് 2 ഗ്രൂപ്പായി.
ഈ നമ്മൾ എന്നവരെപ്പോഴും നല്ലവരും ഭീഷണി നേരിടുന്നവരും പ്രതിരോധത്തിന് നിർബദ്ധരുമാണ്. ഇത് ഏതൊരു ഗോത്രം, ഏതൊരു ഗ്രൂപ്പ് നോക്കിയാൽ നമുക്ക് കാണാം. ഒരു രാജ്യവും ആക്രമണ സേന ഉണ്ടാക്കില്ല, എല്ലാവരും പ്രതിരോധ സേനയാണ്. ഡിഫൻസ് ആണ് നമ്മുടെ, അവർ ഡിഫൻസ് ഫോഴ്സസ് എന്നാണ് പറയാം. നമ്മൾ പ്രതിരോധിക്കുന്നു, മറ്റവർ ആക്രമണകാരികളാണ്. പുറത്തുള്ള ഗ്രൂപ്പുകൾ ആക്രമണകാരി, എല്ലാ ഗ്രൂപ്പുകാരും, എല്ലാ ഗോത്രക്കാരും എന്നുള്ളതാണ്. ഇനി അവർ, ഈ ഗ്രൂപ്പിന് പുറത്തുനിന്നവരെ എങ്ങനത്തെ ആൾക്കാരാ? അവരെ സംശയിക്കപ്പെടേണ്ടവരാണ്, അക്രമകാരികളാണ് അവർ നമുക്ക് ഭീഷണിയാണ്. ഇതാണ് ഗോത്രീയത എന്നുള്ളൊരു അടിസ്ഥാന സ്വഭാവം. ഇത് ഞാൻ അറിയുന്ന ഒരു മലയാളി വീട്ടമ്മ, ഇടതുപക്ഷാഭിമുഖ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പോയിട്ടുള്ള ഇടതുപക്ഷക്കാരിയൊക്കെ ആയിരുന്ന ഒരു വീട്ടമ്മ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ ഗുജറാത്ത് താമസിച്ചിട്ട് അടുത്ത കാലത്ത് കണ്ടപ്പോൾ കേൾക്കാനിടയായ, സാന്ദർഭികമായി കേൾക്കാനിടയായ ഒരു ഇതാണ്, സത്യം പറയാലോ, എനിക്കിങ്ങനെ താടിയും തൊപ്പിയും ഒക്കെ ആയ ഒരാളെ ഞങ്ങളുടെ ഏരിയയിൽ കണ്ടാൽ പേടിയാകും എന്നാണ്. ഞങ്ങളുടെ ഏരിയയിൽ, ഗുജറാത്താണ് സ്ഥലം, മോഡിയാണ് ഭരിക്കുന്നത്, എന്താ ഉദ്ദേശമെന്ന് അറിയില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇതാണ് ഇൻ ഗ്രൂപ്പ്, ആ പരഗോത്ര ഭീതി. ഇതെന്ത് ചെയ്യും, ഇയാൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഈ പരഗോത്ര ഭീതി, അന്യഗോത്ര ഭീതി എന്നത് വളരെ ആദിമമായൊരു വികാരമാണ്. അതുപോലെ തന്നെയാണ് സ്വഗോത്ര സ്നേഹവും ഒരു ആദിമ വികാരമാണ്. ഇത് 1936 ഉള്ള ഒരു ബാലസാഹിത്യ കൃതിയാണ്. ജൂതനെയും കുറുക്കനെയും വിശ്വസിക്കരുത് എന്നാണ്. അത് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ വന്നിട്ടുള്ള ഒരു ബാലസാഹിത്യ കൃതിയാണ്. ഇതുപോലുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകൾ, പുതുച്ചൊല്ലുകൾ ഒക്കെ നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഓരോ ഇതുപോലുള്ള ഗ്രൂപ്പുകളെയും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെക്കുറിച്ചാവട്ടെ, ദളിതരെക്കുറിച്ചാവട്ടെ, ഏതൊരു ഗ്രൂപ്പിനെ നിങ്ങൾ എടുത്തോളൂ, പട്ടന്മാരെ കുറിച്ചിട്ടാവട്ടെ, ഏതൊരു ഗ്രൂപ്പിനെ കുറിച്ചാലും ഇതുപോലുള്ള ചൊല്ലുകൾ നമുക്കിടയിൽ എത്രത്തോളം പ്രചാരത്തിലുണ്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഗോത്രീയത എന്നുള്ളതിൻ്റെ വ്യാപനം. ഇതിൽ ഈ ആദിമ വികാരത്തിൽ ഗോത്രങ്ങളെ, മറ്റു ഗോത്രങ്ങളെ സംശയത്തോടെ കാണുന്നത്. ഒന്നുകിൽ അവർ വിഭവങ്ങളാണ്, നമുക്ക് പോയി അവരെ കൊള്ളയടിക്കാം, കൊല്ലാം, അടിമയാക്കാം, മറ്റു തരത്തിൽ ഉപയോഗിക്കാം, അതിനുള്ള ഇരകളാണ്. അവ വിഭവങ്ങളാണ്, അവരുടെ സ്വത്തുകൾ നമുക്കെടുക്കാം, അവരടിമകളാക്കാം. അല്ലെങ്കിലോ അവർ നമ്മെ കൊല്ലാൻ വരുന്ന, കവരാൻ വരുന്ന വേട്ടക്കാരാണ്. ഇങ്ങനെ രണ്ടായിട്ടാണ് ഗോത്രങ്ങളെ, ഒരു ഗോത്രത്തിൻ്റെ കാഴ്ചപ്പാട്. ഈ വേട്ടക്കാർ, ഈ സംഗതി, ഒരു ഗ്രൂപ്പ് വേട്ടക്കാരാവുകയും മറ്റേ ഗ്രൂപ്പ് ഇരകളാവുകയും ചെയ്യുന്ന ഒരു സീൻ ഒരു സിനിമയിൽ നിന്ന് കാണിക്കാം. അപ്പോക്കലിപ്റ്റോ എന്നുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഹോളിവുഡ് മൂവിയിലെ ഒരു രംഗമാണ്. ഒരു ഗോത്രം ഉറങ്ങിക്കിടക്കുന്ന വേറൊരു ഗോത്രത്തെ ആക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് നേതാവാണ്, ഗോത്ര നേതാവ്. ആജ്ഞാനുവർത്തികളായ അനുയായികൾ, അവരുടെ മുഖത്തിലെ ട്രൈബൽ മാർക്കുകൾ അത് ശ്രദ്ധിക്കണം. ട്രൈബൽ മാർക്കുകൾ, ഒരു ട്രൈബിന് അതിൻ്റെതായ മാർക്കുകളുണ്ട്, പ്രതീകങ്ങൾ. ആംഗ്യഭാഷ അവർക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടത്, അവർക്കറിയാം. ആക്രമണകാരികൾ ഒന്നിച്ച് മുന്നേറിയായി. ഈ ഗോത്രത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ സമയത്ത് നമുക്ക് മാർക്കിങ് കാണാം. ഈ ഗോത്രം വേറൊരു മാർക്കാണ്. ഒരു സ്വപ്നം കണ്ട് ഉണർന്നിരിക്കുകയാണ് അദ്ദേഹം. ബാക്കിയെല്ലാവരും ഉറക്കത്തിലാണ്. രാവിലെ ഉണർന്നിങ്ങനെ ഒരു സ്വപ്നത്തിൽ ഉണർന്ന് ചിന്താധീനായി നിൽക്കുമ്പോഴാണ് ദൂരെ ഒരു വേട്ടക്കാരൻ്റെ ശബ്ദം. ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ്, ആരോ ഉണ്ട്, എന്തോ സംഭവിക്കുന്നുണ്ട്. അവിടെ ഒരു പന്തം കാണാനുണ്ടോ? അവിടെ അതാ ഒരു പന്തം. അദ്ദേഹം വളരെ പെട്ടെന്ന് വേട്ടക്കാരെ തിരിച്ചു. കൂടുതലൊന്നും നോക്കാനില്ല, രക്ഷപ്പെടുത്തുകയായി. തൻ്റെ കുടുംബത്തെ എടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്, കുറച്ച് പേരെ രക്ഷിക്കാൻ. അപ്പോഴേക്കും ഇവരെത്തിക്കഴിഞ്ഞു. ഇനി ദയയില്ല. ഇവിടെ ഇരയും വേട്ടക്കാരനും മാത്രമേ ഉള്ളൂ. മനുഷ്യരാണ് എന്നൊരു പരിഗണന അവിടെയില്ല. ഇവിടെ മനുഷ്യാവകാശമില്ല. ഇരകളും വേട്ടക്കാരും മാത്രമാണ് അവിടെ. അവരുടെ വീടുകൾക്ക് തീ കൊടുക്കപ്പെടുന്നു. അവിടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകുന്നു, പുരുഷന്മാരെ അടിമകളാക്കുന്നു.
ഇതാണ് ഗോത്രീയ ജീവിതത്തിൻ്റെ തനത് ചിത്രം. മതസാഹിത്യം, മതം അടുത്ത കാലത്ത് വന്നിട്ടുള്ളതാണ്. മതസാഹിത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം, ഗോത്രഹത്യകളുടെ വിവരണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ് മിക്കവാറും മതസാഹിത്യങ്ങളൊക്കെയും. വിലാളിമാരെ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരെ 21 വട്ടം ഗോത്രഹത്യ നടത്തി പരശുരാമൻ എന്നാണ് പറയുന്നത്. അതിൽ ആര് കുറ്റം ചെയ്യില്ലാവുന്നില്ല, ഗോത്രത്തിനെ മുഴുവൻ കൊന്നുകളയാണ് ചെയ്യുന്നത്. ബൈബിളിലും അതുപോലെ തന്നെ വിവിധ ഗോത്രങ്ങളെ കൊന്നുകളയാനാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രവും വ്യത്യസ്തമല്ല. ഒരു ജൂതഗോത്രത്തെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഒരു ഇതിൽ നിന്നുള്ളത്. എല്ലാവരെയും, പ്രായപൂർത്തിയായ എല്ലാവരെയും വധിക്കുക എന്നാണ്. എല്ലാവരെയും വധിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കുക, സ്വത്തുക്കൾ കണ്ടുകെട്ടുക. ഒരു എതിർഗോത്രം എന്നത് ഒരു വിഭവമാണ്. അങ്ങനെയാണത് കാണുന്നത്. അത് ഇരകളാണ്. കുറേ കുഴികളുണ്ടാക്കി അവരെ അവിടെ കൊണ്ടുവന്ന് കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കൊന്നു കുഴിച്ചു മൂടാനാണ് കുഴികൾ നിർമ്മിക്കപ്പെട്ടത്. തടവുകാർ ആ കുഴികളുടെ അടുത്തേക്ക് ഹാജരാക്കപ്പെട്ടു. മുഴുവനും സന്ധ്യയായപ്പോഴേ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600-നും 700-നും ഇടക്കായിരുന്നു. ഇത് മുഴുവനും ആണുങ്ങളാണ്. എല്ലാ ആണുങ്ങളെയും കൊന്നുകളഞ്ഞു. മദീനയിലാണ് നടക്കുന്നത്. മദീനയിൽ അതിലൊരു തമാശ, ഒരു ബയാനായ ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു എന്നാണ് മാഷ പറയുന്നത്. ഒരു സ്ത്രീ, അവർക്ക് ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഒരു ചെറിയ സ്റ്റെപ്പ് മുന്നോട്ടാണെന്ന് ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതാ. സാധാരണ ഒരു ഗോത്രത്തിനെ മൊത്തം അങ്ങോട്ട് നിരപ്പാക്കാണ്. ഒരാൾക്ക് ശിക്ഷയൊന്നുമില്ല. അവിടെ ഗോത്രത്തിൻ്റെ മുകളിൽ മൊത്തം നടപ്പാക്കാം. ഇവിടെ ഒരു കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നിട്ട് ഒരു പുരോഗതി, അതിലൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് ഒരു സ്ത്രീ, അവളെ സ്ത്രീ ആണെങ്കിലും അവളെ കൊന്നാടാൻ തീരുമാനിച്ചു. അവൾക്ക് പേരിലൊരു ശിക്ഷ, പ്രത്യേക ചാർജുണ്ട്. അവളൊരാളെ കൊല്ലുന്നതിന് കാരണമായി കൊന്നുന്നാണ് അവരുടെ പേരിൽ ചാർജ്. ഇതൊരു വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ പതുക്കെ ആദ്യമായി തന്നെ പറയാം, വ്യക്തി ഉത്തരവാദിത്വം കടന്നു വരികയാണ്. ആ വ്യക്തിക്ക് ഉത്തരവാദിത്വം, മറ്റങ്ങനെയല്ല ഗോത്രത്തിന് ഉത്തരവാദിത്വം അല്ല. അതിൽ ഇവിടെ നടന്നിട്ടുള്ളത് പക്ഷെ ഒരു ചെറിയൊരു സംഗതി, ഒരു വ്യത്യാസം ഇവിടെ കാണാം. ഈ ഗോത്രഹത്യകൾ ഇന്നും ഇതുപോലെയാണ് തുടരുന്നത്. വ്യക്തിപരമായ ഉത്തരവാദിത്തമില്ല. ഗോധ്രയിൽ കുറേ പേരെ ഒരു ആക്രമണത്തിൽ ഒരു തീപിടിച്ച് ആൾക്കാർ മരിക്കുന്നു. തീ കൊടുക്കുന്നു, ഏതോ കൊടുത്തത് ആരാണ് അതറിയില്ല. ശിക്ഷിക്കുന്നത് ഗോത്രത്തെയാണ്. ഒരു ഗോത്രത്തെ ശിക്ഷിക്കുകയാണ്. 1044 ആൾക്കാരെ കൊന്നു എന്നാണ് 3 ദിവസത്തിനാകും. നമ്മുടെ കാലത്ത് 2002 ഈ ചിത്രങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. നമ്മൾ ആ വീഡിയോയിൽ കണ്ട അതേ ഗോത്രീയ വികാരമാണ് ഇവിടെ. ഈ സ്കൂട്ടറിൽ കയറി വടിയുമായി പോകുന്ന ആൾക്കാർ, കത്തിയുമായി ഈ പോകുന്ന ആൾക്കാർ, ഇതൊക്കെ ആ മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇരകളും വേട്ടക്കാരും, ഇതൊക്കെ ഇരകളിവിടെ വേട്ടക്കാരും. ഐ കാൻ ടെൽ യു വാട്ട് എ ഗുഡ് ടൈം ഇറ്റ് വാസ് എന്നിങ്ങനെ അഭിരമിക്കുക. ഗോത്രഹത്യയിൽ അഭിരമിക്കുന്ന ഒരു ഗോത്ര മനുഷ്യൻ 21 നൂറ്റാണ്ടിൽ ജീവിക്കാം. ബാബു ബജ്രംഗി തെഹൽക്ക വീഡിയോയിൽ പറഞ്ഞാണ്, എന്തൊരു നല്ല സമയമായിരുന്നു അന്ന്. ഐ കാൻ ജസ്റ്റ് ടെൽ യു വാട്ട് എ ഗുഡ് ടൈം ഇറ്റ് വാസ് എന്നാണ്. അഭിരമിക്കാൻ പുരാതനമായ ഗോത്രീയതയാണ്. അതിൻ്റെ വാക്കുകൾ ഇതാണ്. ഞാനൊരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുത്തു, ഞാനൊരു കൃത്യമായ മറുപടി, പ്രതികാരം ചെയ്തു. പ്രതികാരം, റിവെഞ്ച്, അതേ വാക്കുകളാണ്. യുക്തിയുടെ വാക്കുകളല്ല, അയുക്തികതയുടെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത് ഐ ഫെൽറ്റ് ലൈക്ക് മഹാറാണ പ്രതാപ് എന്നാണ് പറയുന്നത്. ബാബുബജനിക്ക് പറയുന്നത് ഒരു 400-500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത്. മഹാറാണ പ്രതാപ് അദ്ദേഹത്തിൻ്റെ ഗോത്രം, അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഗോത്രത്തിൻ്റെ പ്രതിനിധിയാണ്. അതിൻ്റെ നേതാവ് എന്നോ അതിൻ്റെ ഒരു ആദിബിംബം എന്ന് പറയാം. അതിനാണ് അദ്ദേഹം റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇതേ റാണാ പ്രതാപിനെയും ശിവജിയെയും ഗുരു ഗോവിന്ദ് സിംഗിനെയൊക്കെ ഗോഡ്സെയുടെ, നാഥുറാം ഗോഡ്സെയുടെ അവസാനം കോർട്ടിൽ പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു, അതിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്. ഗാന്ധിക്കെതിരെ അദ്ദേഹം ചാർത്തിയ ഒരു കുറ്റം ഇതാണ്, ഇവരെയൊക്കെ റാണാ പ്രതാപിനെയൊക്കെ അദ്ദേഹം മിസ് ഗൈഡഡ് പാട്രിയറ്റ്സ് എന്ന് വിളിച്ചു എന്നാണ്. വഴിതെറ്റിപ്പോയ രാജ്യസ്നേഹികൾ എന്ന് റാണാ പ്രതാപിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് ഒരു ചാർജ്. ബജ്രംഗിലേക്ക് തിരിച്ചു വന്നാൽ വലിയ കുഴിയുണ്ടാക്കി, നമ്മൾ നേരത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ പറഞ്ഞു വലിയ കുഴികളുണ്ടാക്കി ആളെ അതിൽ കൊന്ന് കഥ പറയുന്നുണ്ട്. അതേപോലെ ഇദ്ദേഹവും ഒരു കുഴിയിലിട്ടിട്ട്, പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, കുഴിച്ചും വിടാൻ പാടില്ല, അത് ഇസ്ലാമിക രീതിയാണ്. അപ്പോൾ അവരെ കത്തിച്ചു, അവരെ ടയറിട്ട് എണ്ണ ഒഴിച്ച് കത്തിച്ചു. അതാണ് അവർ കൊടുക്കുന്ന ശിക്ഷ എന്നാണ് തീരുമാനിച്ചത്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുള്ളൂ, ബാബു ബജ്രംഗിക്ക് തൂക്കിയാലും വേണ്ടിയില്ല, ഒരു 50,000 മുസ്ലിങ്ങളെ കൊന്നിട്ട് മരിക്കണം. അതിന് റെഡിയാകുമ്പോൾ എനിക്കൊരു ദിവസം തന്നാൽ ഞാൻ ആ ജുഹിപുര ഏരിയയിൽ പോയിട്ട്, ജുഹപുര
ഏറിയ പോയിട്ടൊരു 25,000-50,000 ആൾക്കാരെ കൊന്നിട്ട് പിന്നെ എനിക്ക് എന്തായാലും കുഴപ്പമില്ല. ഒരു ഗോത്രത്തിൻ്റെ സ്മരണകൾ ആ ഗോത്രത്തിൻ്റെ മാത്രം സ്മരണകളാണ്. അവരതിന് പ്രത്യേക നിറങ്ങൾ കൊടുക്കും. അവരുടെ കാണുന്ന രീതി വ്യത്യസ്തമാണ്. നെവർ ഫോർഗെറ്റ് ബ്ലഡി 1984 എന്ന് ഇന്നും സിഖ് ഗോത്രം ലോകമൊട്ടാകെ, ഇന്ത്യയിൽ അത്ര കാണില്ലായിരിക്കാം, ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ അവർ ഓർക്കുന്ന 984 എന്താണ്? ആയിരക്കണക്കിന് ഇന്നസെൻ്റായ, നിഷ്കളങ്കരായ, നിരപരാധികളായ സിഖുകളെ, കുട്ടി കുടുംബങ്ങൾ എല്ലാവരും അടക്കം കൊന്നുകളഞ്ഞ നിഷ്ഠുരമായ ചരിത്രമാണ്. ഓർക്കേണ്ടത് തന്നെയാണത്. സംഗതി ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി കൂടി അവിടെ നടന്നിട്ടുണ്ട്. ആ കഥ അതല്ല അവരുടെ പാഠം. ഓരോ ഗോത്രത്തിൻ്റെയും ചരിത്ര പാഠങ്ങൾ വ്യത്യസ്ത പാഠങ്ങളാണ്. ഒരു ഗോത്രത്തിൻ്റെ പാഠപുസ്തകം മറ്റൊരു ഗോത്രത്തിന് വായിച്ചാൽ മനസ്സിലാവില്ല. വേറൊരു പാഠമാണ്, വേറെ ഓർമ്മകളാണ്. ഇവിടെ വേറെ കുറേ പേര് അവിടെ ആ കാലത്ത് ഇന്ദിരാഗാന്ധി മരിച്ചതിന് ഒരു പാസിംഗ് ഓഫ് എൻ ഇറ ആയിട്ട് കണക്കാക്കുന്നുണ്ടാവും. അത് ഇവർക്ക് ബാധകമല്ല. അതിലേക്ക് നമ്മൾ വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു സിമ്പിൾസാണ്. ഗോത്രമുദ്രകൾ, ഗണവേഷങ്ങൾ, പ്രതീകങ്ങൾ, പതാകകൾ. ഇത് ബഷീർ മുപ്പാപ്പ ഗ്രാനി ഉണ്ടായിരുന്നു എന്നുള്ളതിൽ കുഞ്ഞുപാത്തുമ്മയുടെ ബാപ്പ പറഞ്ഞു കേട്ടിട്ടാണ്. ഇസ്ലാമിന് ഒരു പ്രത്യേക വേഷമുണ്ടല്ലോ. ആണാണെങ്കിൽ മുണ്ടെടുക്കുന്നവർ ഇടതുവശം വെച്ച് മുണ്ടെടുക്കണം, തല മൊട്ടയാക്കണം, പാടത്തിന് വരമ്പ് വെച്ച മാതിരി താടി അപ്പുറവും ഇപ്പുറവും കത്തി കൊണ്ട് വടിച്ചു തീർത്തണം, പെണ്ണാണെങ്കിൽ കാത് കുത്തി അരിക്കത്തിടണം, കുപ്പായം ഇടണം, തലയിൽ തട്ടവും ഇടണം, മുടി ചെയ്യാൻ പക്ഷേ വകഞ്ഞു വെക്കരുത്. ഇതിനെതിരായി ആയുടെ ഒരു മുസ്ലിം യുവാവ് പ്രവർത്തിച്ചു. അയാൾ മുടി വളർത്തി ക്രോപ്പ് ചെയ്തു, അത് വകഞ്ഞും വെച്ചു. ബാപ്പ ആ ചെറുപ്പക്കാരനെ വിളിപ്പിച്ച് ഒസാനെ കൊണ്ട് മുടി വടിപ്പിച്ച് കളഞ്ഞു. ഇവിടെ ബഷീർ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. എന്തിന് മുടി ആര് സൃഷ്ടിച്ചു, എന്തിന് സൃഷ്ടിച്ചു, ആരും ചോദിക്കുകയില്ല. ഇതാണ് ഗോത്രീയതയുടെ ഒരു പ്രത്യേകത. ചോദ്യമില്ല. എന്തിന് ചെയ്യുന്നു എന്ന ചോദ്യം ഗോത്രീയതയിൽ പ്രസക്തമല്ല. അതങ്ങനെ തുറന്നു വരികയാണ്. അതേപോലെയാണ് ഈ മ്യൂട്ടിലേഷൻ നടക്കുന്നത്. ഇപ്പോഴും കുട്ടികളെ അഗ്രചർമ്മഛേദനം ചെയ്യുന്നത് ഇതേപോലെയാണ്. എന്തിനു ചെയ്യുന്നു, ഇതും ആര് സൃഷ്ടിച്ചു, അത് പടച്ചവൻ സൃഷ്ടിച്ചതന്നെയല്ലേ, ഇത് മുറിച്ച് കളയുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഗോത്രീയതയിൽ പ്രസക്തമല്ല. അതാണ്, ചോദ്യമില്ല. മുടി വടിപ്പിച്ച് കളഞ്ഞിട്ട് വട്ടനടിമ പറഞ്ഞു. അതിൻ്റെ റീസൺ ഇതാണ്. വട്ടനടിമേൻ്റെ റൂഹുള്ളിടത്തോളം കാലം പടശോൻ്റെ മുത്തുനബിയുടെ പതക്കൊണ്ടായിട്ട് ഇസ്ലാം ദീനിനെ പൊളിക്കാൻ വട്ടനടിമ സമ്മതിക്കുകയല്ല. എന്താണെന്ന് വെച്ചാൽ മുടി വളർത്തി ക്രോപ്പ് ചെയ്യിക്കുന്നത് ഇബ്ലീസിന്റെ കൂട്ടരാണ്, അന്യഗോത്രമാണ്. അതാണ്. ഇതിന് പ്രത്യേക ലോജിക്കില്ല. അപ്പോൾ ഈ പതാകങ്ങൾ, ഈ മുദ്രകൾ ധരിക്കുക, മുദ്രാധാരണം എന്നുള്ളതിന് പ്രത്യേക റീസണൊന്നുമില്ല. അത് ഗോത്രം ചെയ്യുന്നതാണ്. ഗോത്രീയ ചിന്തയുടെ ഒരു പ്രത്യേകത ഇതാണ്. തിരിച്ചൊരു ചോദ്യമില്ല. യുക്തി, അത് നമ്മൾ വരും. അയുക്തികതയാണ് എൻ്റെ അടിസ്ഥാന സ്വഭാവം. ഇന്നും തൊപ്പി അതിൻ്റെ മാർക്കായിട്ട് കാണും. ഇതെന്തോ ആവാം. ഗോത്രീയ ജനങ്ങൾ വേഷ്ടിയും തലയെക്കെട്ടും ഒക്കെ ആവാം. പക്ഷെ ആ ചിഹ്നങ്ങൾ പ്രധാനമാണ്. ബഷീർ ക ദോസ്ത് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എസെൻഷ്യലി അത് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാന്നാണ്. അഭിവാദനങ്ങൾക്കുണ്ട് സംഘരീതികൾ. ഞാൻ ചിലപ്പോൾ നമ്മളൊരു ഫോൺ എടുത്തിട്ട് ഒരു പ്രത്യേക ആൾദൈവത്തിൻ്റെ അനുയായിയാണ് വിളിക്കുന്നതെങ്കിൽ ഹലോ വെച്ചാൽ നമശിവായ. എന്താ ഹലോ എന്ന് പറഞ്ഞാൽ നമശിവായ എന്ന് ഇങ്ങോട്ടുള്ളൂ. ഹലോ എന്ന് പറയില്ല, തിരിച്ചു പറയില്ല. അത് വേറൊരു സന്യാസി സംഘത്തിലെ ആൾക്കാരാണെങ്കിൽ ഹലോ എന്ന് പറഞ്ഞാൽ ഹരി ഓം എന്നാണ് തിരിച്ച്. ആ ഗോത്രം അങ്ങനെ പറയും. അതാണ് അവരുടെ മുദ്ര. ഓരോ സംഘത്തിനും ഇതുപോലെ പ്രത്യേക അഭിവാദ്യ രീതിയുണ്ട്. കൈ മുട്ടിയിട്ടാവാം, മൂക്ക് തൊട്ടിട്ടാവാം, കവിളൊട്ടിയിട്ടാവാം. ഓരോ സംഘത്തിനും അതിൻ്റെതായ അഭിവാദ്യ രീതികളുണ്ട്. ഇത് സോഷ്യലിസ്റ്റ് ഭ്രാതൃ ചുംബനമാണ്. ഈസ്റ്റേൺ ബ്ലോക്കിലെ സോവിയറ്റ് റഷ്യയുടെ അടുത്ത് കടന്നിരുന്ന ഈസ്റ്റേൺ ബ്ലോക്ക്, സോവിയറ്റ് റഷ്യ, ഇങ്ങനെയുള്ള ആ ഗ്രൂപ്പിലുള്ള രാജ്യ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഇതുപോലെയുള്ള ആൾക്കാർ കാണുമ്പോൾ അവർ തമ്മിൽ കൊടുത്തിരുന്ന അഭിവാദന രീതിയാണിത്. സ്പെഷ്യൽ ഫോം ഓഫ് ഗ്രീറ്റിംഗ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്മെൻ ഓഫ് ദ സോ കോൾഡ് ഈസ്റ്റേൺ ബ്ലോക്ക്. കെട്ടിപ്പിടിച്ച് ചുംബിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈസ്റ്റേൺ ബ്ലോക്ക്. കേദാമോദറിൻ്റെതാണ്. ഇത് 79 ബ്രഷ്നേവും എറിക് ഹൊണേക്കറും കൂടിയിട്ടുള്ള ഭ്രാതൃ ചുംബനം, സോഷ്യലിസ്റ്റ് ഭ്രാതൃ ചുംബനമാണ്. ഇതും ഒരു ഗോത്രീയ രീതിയാണ്. ഇത് വലിയ സൗഹൃദം ഉണ്ടാകുമ്പോൾ ചുണ്ടിലാണ് ഉമ്മ വെക്കുന്നത്. ഇത് ഗോർബച്ചേവ് ആയപ്പോഴേക്കും ചുണ്ടിന്ന് കവിളിലേക്ക് മാറി. ഇത് സംഭവിക്കുന്നത് 1989 ഒക്ടോബർ 6 ഈ ഭ്രാതൃ ചുംബനം.
ഒരൊറ്റ മാസം കഴിഞ്ഞപ്പോൾ ബെർലിൻ വാൾ പൊളിഞ്ഞു പോയി. അതാണ് ഒറ്റ മാസം. അപ്പോൾ ആ ചിഹ്നങ്ങളുടെ ഒരു ഇത് കണ്ടില്ലേ, ചുണ്ടിൽ നിന്ന് കവിളിലേക്ക് ഒരേ ആൾ തന്നെയാണ്, ഹൊണേക്കർ തന്നെയാണ്. ചുണ്ടിൽ നിന്ന് കവിളിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു മതിലാ പൊളിഞ്ഞു. ഇതുപോലെ മുദ്രാധാരണങ്ങൾ നമുക്ക് കാണാം. ഒരു ഹിന്ദു മാരീഡ് വുമൻ ആണ് എന്നുള്ള സീലാണ്. അത് എല്ലാ ഐഡന്റിറ്റിയും അവിടെ വ്യക്തമായി. ശൈവനാണോ വൈഷ്ണവനാണോ ഏത് ജാതിയിൽപ്പെടുന്നതാണ്, ഈ കുറിയുടെ നോക്കിയിട്ടാണ് സൗഹൃദം വരുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. അപ്പോൾ ഒരു പ്രത്യേക സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്യായി. ഞമ്മൻ്റെ ആള് എല്ലാവർക്കും ഞമ്മൻ്റെ ആളെ. രാഷ്ട്രീയം, ഗോത്ര രാഷ്ട്രീയത്തിനുണ്ട് പൊട്ടുതൊട്ട രാഷ്ട്രീയക്കാർ. ഇത് നമ്മുടെ പ്രശാന്ത് അപ്പുലിൻ്റെ ആണ്. ഈ ഒരു പോസ്റ്റ് ഞാൻ പ്രശാന്തിൻ്റെ അടുത്ത് എടുത്താണ്. പ്രസാദ് വന്നിട്ടുണ്ട്. മുദ്രാധാരണം, ശംഖചക്ര ഗദാപത്മം, ആ ലോഹമുദ്രകൾ ഉണ്ടാക്കി നെഞ്ചിൽ കുത്ത. പ്രസാദിനും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നെഞ്ചിൽ കുത്തുണ്ടാവുന്ന തോന്നുന്നത്. കുത്തിണ്ടാ? ഉണ്ട്. ഇതാവരൊക്കെ പ്രയോഗം. തക്കാളി അരിയുന്ന മാതിരി തൊലി കരിഞ്ഞ മാംസം പൊള്ളുന്നാണ്. ടാഗ് ചെയ്യാം. ഇത് ഇതാണിത് തിരുമല ദേവസ്വ ക്ഷേത്രം, അവരുടെ കൊങ്ങിണി ബ്രാഹ്മണന്മാരുടെ രീതിയാണ്. എല്ലാ ദിക്കിലും എല്ലാ ഗോത്രങ്ങളും ചെയ്തിരുന്നു. അന്നൊരു കാരണമുണ്ട്. നമ്മൾ ഈ കണ്ടപോലുള്ള യുദ്ധങ്ങൾ ഒരു കാരണമല്ല, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ഗോത്രം തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റും. ആരാണ് ആക്രമണകാരി, ആരാണ് കൊല്ലപ്പെടുന്നത്, ആരെയാണ് കൊല്ലേണ്ടത്, അല്ലെ ആരാണ് രക്ഷിക്കേണ്ടത് എന്നൊക്കെ അറിയാൻ ഈ മുഖത്തെ വര നോക്കിയാൽ മതി. പലതരം വരയുണ്ട്. ഇത് ഇപ്പം നടക്കുന്നുണ്ട്. പപ്പായ ന്യൂഗിനിയയിൽ ഇതുപോലെയുള്ള സ്കാറിഫിക്കേഷൻ. ചെഗുവേരയാവാം, യേശുവാവാം, ഏത് ഗോത്രത്തിനും മുദ്രകുത്തലാവാം. മെക്സിക്കൻ മാഫിയ അതിനുമുണ്ട് മുദ്രകുത്തൽ. ഇതും നമ്മുടെ ഒരു മുദ്രകുത്തൽ തന്നെ. ഞാൻ പറഞ്ഞു, വേഷങ്ങളിലാവാം. ബ്രൗൺ ഷർട്ടുകൾ, കൊടികൾ, പതാകകൾ, ഹെയർ സ്റ്റൈൽ, അതൊക്കെ ഇതുപോലെയുള്ള ഗോത്രീയ സ്വഭാവം വഹിക്കാം. പതാകകൾ, ഒരു സംഘവിജയത്തിൻ്റെ പ്രതീകമായി പതാകകൾ ഉയർത്തപ്പെടാം. അന്യസംഘത്തോടുള്ള രോഷത്തിൻ്റെ പ്രകടനമായി പതാകകൾ കത്തിക്കപ്പെടാം. ഇതൊക്കെ ഗോത്രീയത തന്നെയാണ്. രോഷം പ്രകടിപ്പിക്കുകയാണ്. പരഗോത്ര വിദ്വേഷം. ഫേസ്ബുക്കിൽ ഇതിനിടെ ഒരാൾ പോസ്റ്റ് ചെയ്തതാണ്. അതിനുപയോഗിക്കാം. പാകിസ്ഥാനിൽ അതായത് പടം വരച്ച് പതാക വരച്ച് എന്നിട്ട് അതുകൊണ്ട് അരിശം തീരാഞ്ഞ് ഇയാളുടെ ചെവിയിൽ ഒരു കുണുക്കും കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട് ജിന്നയുടെ. മനസ്സിലായ? അപ്പോൾ അയാൾ പെണ്ണും കൂടിയാണ്. എല്ലാ വിരോധവും എടുത്ത് തീർത്തത്. കൊടിയും കൊടിമരവും, അത് കൊടിമര ജാഥകൾ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, അമ്പലത്തിൽ കൊടിമരം, ഇതൊക്കെ ഗോത്രീയ ആ സ്വഭാവങ്ങളാണ്. അത് ഏത് രാഷ്ട്രീയക്കാരാണ്, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അത് സമസ്ത തൊട്ടിട്ട് AIF വരെ എല്ലാവർക്കും കൊടിമര ജാതി. അത് മറ്റേ അമ്പലങ്ങളിലും അതുണ്ട്. പതാക നശിപ്പിച്ചതിനാണ് ഒരാൾക്ക് ശിക്ഷ, മരണം കൊടുത്തെന്നാണ് പറയുന്നത്. ഇപ്പം ഇത് ഡിസംബർ 1 ഉണ്ടായതാണ്. അപ്പം അയാളെ കുറ്റം അതാണ്, അയാൾ പതാക നശിപ്പിച്ചു. എതിർ സംഘത്തിൻ്റെ പതാക നശിപ്പിച്ചതിനാണ് ഇയാളെ കൊന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നേതാവ് എന്നുള്ളതാണ്. നേതാവിനെ പിന്തുടരുക എന്നുള്ളതാണ് നമ്മുടെ പഴയ ഗോത്രീയമായ ഒരു രീതി. ഇന്നും തുടർന്നുകൊണ്ടിരിക്കാം. സ്വഗോത്രം ശക്തമാണ്. ദൈവത്താലോ ചരിത്ര നിയമത്താലോ വിജയികളാകാൻ വിധിക്കപ്പെട്ടവരാണ് തങ്ങൾ എന്നൊക്കെ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നേതാക്കൾ ഗോത്രീയതയുടെ സ്ഥിരം ഘടകമാണ്. ഗോത്രത്തിൻ്റെ വിശ്വാസങ്ങളും ആകാംക്ഷകളും മുൻധാരണകളും എല്ലാം ഈ നേതാക്കൾ പ്രതിനിധീകരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. അവിടെ നമ്മുടെ നേരത്തെ കണ്ട സിനിമയിൽ തന്നെ ഒരു ചെറിയ രംഗം കൂടി കാണാം. അവർ പറയുന്നു, അവർ കരുതുന്നു നമ്മുടെ ശത്രുക്കൾ.
കാലത്തിൻ്റെ യജമാനന്മാരാവാൻ ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട ജനത, ദൈവങ്ങൾക്ക് ഏറ്റവും അടുത്തിരിക്കാൻ നിയുക്തരായ ജനത. അവിടുത്തെ രാജ്യം വരണമേ. ഇതാണ് ഒരു നേതാവിൻ്റെ ചിത്രം. ഒരു കൃത്യമായ ഒരു ഗോത്രീയ നേതാവിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഹിറ്റ്ലറിനെ നമ്മൾ അടുത്ത് കാണുന്ന ഇതേപോലെ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം. ഇതുപോലെയുള്ള ഗോത്രങ്ങളിൽ, ലക്ഷണമൊത്ത ഗോത്രങ്ങളിലേക്ക് ചേക്കാറാൻ കൊതിക്കുന്ന ഗോത്രീയ മനസ്സുകളാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും എന്നതാണ് നമ്മൾ നേരിടുന്ന ഒരു ഭീഷണി. ശക്തനായൊരു ഗോത്രീയ നേതാവ് ഉണ്ടാവുന്നു. ആ ഗോത്രത്തിലേക്ക് ഹിറ്റ്ലറുടെ മുറിമീശ വെച്ച് നടന്ന ആൾക്കാർ കേരളത്തിലുണ്ടായിരുന്നു 1930-കളിലുള്ളതാണ് ആൾക്കാർ. ഇതുപോലെ കാരണം 55-ാമത്തെ മെമ്പറാണ് നാസി പാർട്ടിയിൽ ഹിറ്റ്ലർ എന്ന് ഓർക്കണം. 55 മെമ്പർ നമ്പർ. 7 എന്ന് പറയാം. പിന്നീട് പറഞ്ഞാൽ ഞാനും വേറെ 6 ആളും കൂടി 7 ആൾ ചേർന്നുണ്ടാക്കിയത്. ശരിക്കും 55. ഈ 55 നമ്പർ ഉണ്ടായിരുന്നതിൽ നിന്ന് 13 വർഷം കൊണ്ട് 20 ലക്ഷം അംഗങ്ങളുടെ ഒരു ഗോത്രമായി ഈ നേതാവിൻ്റെ ഗോത്രം വളർന്നു എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ഇവർക്ക് ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയായി ഈ നേതാക്കന്മാർക്ക് വളരാനും ഇതുപോലെ ഗോത്രീയ രാഷ്ട്രീയത്തിന് അഭിവൃദ്ധിപ്പെടാനുമുള്ള അസംസ്കൃത വസ്തു നമ്മുടെയൊക്കെ ഇടയിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ വരുന്നത്. ഒരു ലക്ഷണമൊത്ര ഗോത്രീയ നേതാവ് ഒരു ഗോത്രം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും പോയി അതിലേക്ക് ചേരും. ഇന്നിപ്പോൾ ഫേസ്ബുക്ക് നോക്കിയാൽ എല്ലാവരും നമോ 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 എന്നാ. എത്രയാണ് നമോ നമോ കിടക്കുന്നത്? ഇതുകൊണ്ടാണ് എല്ലാവരും മൊഴിയുടെ ആൾക്കാരായി. കാരണം ആ ഗോത്രീയത വരികയാണ്. എത്ര പെട്ടെന്നാണ് അത് ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട ചിത്രവും ഈ ചിത്രവുമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസമില്ലെന്ന് കാണും. ഇവിടെയും ആ ഗോത്രമഹത്വം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആ മാനറിസംസ് പോലും അതുപോലെ. ഫ്യൂച്ചർ ബിലോങ്സ് എൻറ്റയർലി ടു അസ്. നമ്മുടേതാണ് ഭാവി. അതേ ശബ്ദം, അതേ ആരവം, അതേ സ്വയം സംതൃപ്തി. Wenn die älteren Jahrgänge noch wanken werden könnten, die Jugend ist unverschrieben und verfallen mit Leib und mit Seele. Nur dann, wenn wir in der Partei durch unser aller Zutun Most obedient dedication. das
പാർട്ടിയോട്. des nationalsozialistischen Gedanken നാഷണൽ സോഷ്യലിസ്റ്റ്, എത്ര മനോഹരമായ പദം. wird sie eine ewige und unzerstörbare Säule des deutschen Volkes und Reiches sein. Dann wird eins neben die herrliche, ruhmreiche Armee den alten, stolzen Waffenträger unseres Volkes, die nicht minder traditionsgefestigt ഈക്വലി ട്രഡിഷൻ മൈൻഡഡ്. Partei treten. Und dann werden diese beiden Einrichtungen gemeinsam den deutschen Menschen erziehen und festigen und auf ihren Schultern tragen den deutschen Staat, das Deutsche Reich. ഹാ മധുര മനോജ്ഞ ചൈന. ഇതേ ഗോത്രീയ വികാരം നമ്മൾ പങ്കിട്ടിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇതുപോലെ ഗോത്രീയ വികാരം പങ്കിടാൻ കാത്തു നിൽക്കുന്ന കുഞ്ഞാടുകളാണ് ഓരോ വലിയൊരു ജനവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചൈന ഒരു ഇതേപോലുള്ള ഒരു ഗോത്രീയ നേതാവിൻ്റെ കീഴിൽ അതിശക്തമായ ഒരു ഗോത്രീയ സ്വഭാവം പുലർത്തിയിരുന്ന കാലത്ത് ഹാ മധുര മനോജ്ഞ ചൈന എന്ന് പറയുന്ന കുറേ ഗോത്രീയ ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും അതിലൊരു അംഗമായിരുന്നു. ഹുവാനിലേക്ക് പോകുന്ന ചെയർമാൻ മാവോയുടെ പെയിൻറ്റിങ് നിങ്ങളുടെ കൈവശമുണ്ടോ? ഞങ്ങൾ എന്നും അത് മനസ്സിലോർക്കാറുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണോ തമാശയാണോ? സങ്കടമാണ് ശരിക്കും തോന്നുന്നത്. ഒരു അജിതയുടെ മായയുടെ കത്തിലുള്ള പുസ്തകമാണ്. ഞാൻ അറിയുന്ന ആൾക്കാരെ ഇവരൊക്കെ. അജിത അന്ന് 20 വയസ്സ് താഴെയുള്ളൂ. 20 വയസ്സുണ്ടാവും. പക്ഷേ ജയിലിൽ കിടക്കുന്ന മകൾക്ക് എഴുതുന്ന കത്താണ്. അതിലൊരാൾ അവരുടെ പരസ്പരമുള്ള സംസാരങ്ങളെ പറ്റിയുള്ള ഒരു കത്താണിത്. ഹുവാനിലേക്ക് പോകുന്ന ചെയർമാൻ മാവോയുടെ പെയിൻറ്റിങ് നിങ്ങളുടെ കൈവശമുണ്ടോ? ഞങ്ങൾ എന്നും അത് മനസ്സിലോർക്കാറുണ്ട്. ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ താൽക്കാലികം മാത്രമാണ്. നമ്മുടെ ഗോത്ര നേതാവിൻ്റെ കാര്യം ഓർമ്മയില്ലേ? ഈ വയലുകൾ നശിക്കുന്നു, രോഗം വരുന്നു, ഇതൊക്കെ താൽക്കാലികമാണ്. നമ്മൾ അടുത്തന്നെ ഇതാ മധുരമനോജ്ഞമായ ലോകം പുറത്ത് വരികയാണ്. അടുത്ത് തിരിഞ്ഞാൽ എത്തുകയും ചെയർമാൻ മാവോയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നിടത്തോളം കാലം ഭൂഷ്വാസികളുടെ എല്ലാ പദ്ധതികളും പരാജയപ്പെടുകയുള്ളൂ. അടുത്തിടെ 10ാം ദേശീയ കോൺഗ്രസിൻ്റെ 2 പ്രതികൾ എനിക്ക് ലഭിച്ചിരുന്നു. ചെയർമാൻ മാവോയുടെ മനോഹരങ്ങളായ വർണ്ണചിത്രങ്ങളുണ്ട്. സ്റ്റാലിൻ ഇതുപോലെ ആരാധകരാണ്. സ്റ്റാലിനും ഇതുപോലെ ഒരു വലിയ ഒരു ഗോത്രീയ നേതാവിൻ്റെ സ്വഭാവം കാണിച്ച സോവിയറ്റ് റഷ്യൻ ആയിരുന്നപ്പോൾ ഇതുപോലെ ആരാധകർ നമുക്കുണ്ടായിരുന്നു. ഇത് കേദാമോദരനെ പോലെ അതിപ്രതിഭാശാലിയായിട്ടുള്ള അദ്ദേഹം എഴുതിയതാണ്. ഭ്രാന്തന്മാരും ഞരമ്പ് രോഗികളും എന്തൊക്കെ തന്നെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊള്ളട്ടെ, മാർക്സും എംഗൽസും ലെനിനും സ്റ്റാലിനും കാണിച്ചു തന്ന വഴിയുടെ മുന്നോട്ട് പോകാൻ കമ്മ്യൂണിസ്റ്റുകാരും തൊഴിലാളികളും തയ്യാറിലെടുത്തോളം ഭാവിയെപ്പറ്റി സംശയിക്കേണ്ടതില്ല. വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ ഭൂമിയിലെല്ലായിടത്തും സോഷ്യലിസ്റ്റിൻ്റെ വിജയപതാകകൾ പാറിക്കിളങ്ങും. അന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൂടുതൽ ആഹ്ലാദത്തോടെ പുഞ്ചിരി തൂക്കും. ഭൂമിയിലെല്ലായിടത്തും പനിനീർപ്പൂവുകൾ വിരിഞ്ഞു നിൽക്കും. അതാണ് ആ ഗോത്രീയ സ്വപ്നം. എത്ര വ്യാപകമാണ് ഇന്നും. ഇത് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, നോർത്ത് കൊറിയ. അവിടെ ഇമേജസ് ഈ കിം ഇൽ സുങ്ങിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകനായ ജനറൽ കിം ഇൽ ജോങ് ഇല്ലിൻ്റെയും പ്രതിമകളെല്ലാവരും കാണാം. അവിടെ ആൾക്കാർ അതിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കുക. ഏതാണ്ട് ഒരു മത പോലെയാണെന്നാണ്. ജസ്റ്റ് ബിക്കം എ റിലീജിയൻ, ഫുൾ ഫ്ലെഡ്ജ് റിലീജിയൻ എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യമാണ്. ഇവിടെ അടുത്ത കാലത്ത് ഇവിടെ തമിഴ്നാട്ടിലും പിന്നെ ശ്രീലങ്കയിലും ഒക്കെ വലിയൊരു ഗോത്രീയ നേതാവാണ് വേലുപ്പിള്ളി പ്രഭാകരൻ. വേലുപ്പിള്ളി പ്രഭാകരൻ്റെ മുടി അണിഞ്ഞുകൊണ്ടാണ് ആൾക്കാർ. അതുതന്നെയാണ് ഈ നമ്മൾ കാണാൻ പോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഗ്രഹവൽക്കരണം. നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് ഗോത്രീയ നേതാക്കളാക്കിയാലേ സമാധാനമുള്ളൂ. നമ്മൾ അവർക്കൊരു കിരീടം ചാർത്തണം. ജനാധിപത്യത്തിലാണ് നടക്കുന്നത്. അവർ കിരീടം ചാർത്തിയാലേ നമുക്ക് സമാധാനമുള്ളൂ. അത് ഏത് പാർട്ടിക്കാർക്കൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാർക്കും. ഒരു ജനാധിപത്യവാദികളില്ലാത്ത ജനാധിപത്യമാണ് നമ്മുടെ ജനാധിപത്യം. ഗോത്രീയ മനസ്സുള്ള മനുഷ്യരുടെ ഒരു പ്രത്യേകതരം ജനാധിപത്യ. നമ്മുടെ നേതാക്കൾ രക്ഷാശിക്ഷാധികാരമുള്ള ഗോത്രീയ നേതാക്കളായി കാണണമെന്നാണ് ആഗ്രഹം. കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവ് കെ കരുണാകരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗോത്രീയ സ്വഭാവമാണ് കൃത്യമായിട്ട് കാണാം. അടുത്തവരെ ശിക്ഷിക്കും, മറ്റവരെ ശിക്ഷിക്കും. അതാണ് വേണ്ടത്. അതാണ് നേതാവ്. ലീഡർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ ലീഡർ കോൺഗ്രസ്സുകാർക്ക്. അതിതാണ്. ഏത് പാർട്ടി എടുത്ത് നോക്കിക്കോ, എന്ന പാർട്ടിയൊന്നുമില്ല. ശക്തനായ ശക്തനായ നേതാവ് എന്നുള്ളതാണ്. അത് ഇന്നലെ ഇതെപ്പോഴാണ് എടുത്ത് പറഞ്ഞത്? ഡിസംബർ 9-ാം തീയതി പവാർ പറഞ്ഞത് പീപ്പിൾ ഡോണ്ട് വാണ്ട് വീക്ക് റൂളേഴ്സ് എന്നാണ്. വീക്ക് റൂളേഴ്സ്. ഇങ്ങനെ വാളൂരുന്ന നേതാക്കളാണ് നമുക്ക് ആവശ്യം. വാളൂരുന്ന നേതാക്കൾ. ആയുധവും കിരീടവുമുള്ള നേതാവിനെ സ്വപ്നം കാണുന്ന ഗോത്രീയ ജനതയ്ക്ക് അംബേദ്കറൊക്കെ തന്നിട്ടുള്ള ഒരു ആധുനികമായ ഭരണഘടന ഒരു ആഭരണം മാത്രമാണ്.
നമ്മളുടെ ഒരു ഗോത്രീയ ജനതയ്ക്ക് ആധുനികമായ ഒരു ഭരണഘടന എന്നുള്ള വിചിത്രമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് വിഗ്രഹവൽക്കരണം, ഗോത്രീയതയുടെ ബഹിർസ്ഫുരണം. ഉമ്മൻചാണ്ടിക്കും പിണറായി വിജയനും എല്ലാവർക്കും നമ്മൾ തന്നെ ചാർത്തി കൊടുക്കും. നമ്മൾ ചാർത്തി കൊടുക്കുകയാണ്. ഗോത്രീയ മനസ്സുള്ളവർക്ക് അങ്ങനെയുള്ള നേതാക്കന്മാരെ കണ്ടാലേ സമാധാനമാവും. എന്നാൽ അവർക്ക് അങ്ങനെ സമാധാനം. ഇതാണ് ഗോത്രീയതയുടെ. ഗുരുദേവൻ ഞങ്ങൾക്ക് ദൈവം തന്നെയാണ്. യുക്തിവാദികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരാൾ ഫേസ്ബുക്കിൽ ഇതിനെ പറഞ്ഞാണ്. ഗുരുക്ഷേത്രം എന്നാണ് നാരായണഗുരുവിൻ്റെ ഗുരുക്ഷേത്രം. അതാണ് 3ാമത്തെ പോയിന്റ്. 6 പോയിന്റുകൾ. 4ാമത്തെ പോയിന്റ് ഗോത്രവും വ്യക്തിയും. പോപ്പർ പറയുക 2 തരം സൊസൈറ്റി. ഇന്ന് ക്ലോസ് സൊസൈറ്റി, ട്രൈബൽ ഗോത്രീയമായ കളക്ടിവിസ്റ്റ് സൊസൈറ്റി. അവിടെയാണ് ട്രൈബ് ഈസ് എവറിത്തിങ്, ഇൻഡിവിജ്വൽ ഈസ് നത്തിങ്. ഓപ്പൺ സൊസൈറ്റി, തുറന്ന സമൂഹം, ജനാധിപത്യ സമൂഹം. അവിടെ വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് ആർ കൺഫ്രോണ്ടഡ് വിത്ത് പേഴ്സണൽ ഡിസിഷൻസ്. അത് നേരത്തെ പറഞ്ഞത് ഒരു സൂചന. പേഴ്സണൽ ഡിസിഷൻസ്, ഓരോ ആൾക്കും വ്യക്തിപരമായ തീരുമാനം എടുക്കണം. ട്രൈബിൻ്റെ തീരുമാനം എടുത്താൽ പോരാ. ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഈ സമൂഹ ശരീരത്തിൽ സ്വന്തം ധർമ്മം നിറവേറ്റുന്ന ഓരോ അവയവങ്ങളുടെ ഘടകങ്ങൾ മാത്രമാണ് വ്യക്തികൾ. ശൂദ്രൻ കാലുമെന്നുണ്ടായതാണ്, കാലിൻ്റെ പണിയെടുത്താൽ മതി എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അതിന് സോഷ്യൽ മൊബിലിറ്റി ഇല്ല. അത് നിങ്ങൾക്കൊരു ഒരു സ്വധർമ്മം തന്നിട്ട് ആ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ആ ഓട്ടത്തെ സമൂഹത്തിൽ ക്ലോസ് സൊസൈറ്റിയിൽ ജീവിച്ചാൽ മതി. അതാണ് ഒരു വിഭാഗം. പിന്നൊന്ന്, ഈ രക്തസാക്ഷികളും മുർത്താദുകളും ഒക്കെ ഉണ്ടാകുന്നതാണ് മറ്റേത്. കുലത്തിന് വേണ്ടി സ്വയം ചാവാനാണ്. കുലത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്നതാണ് ഈ വ്യക്തിയോടുള്ള ആഹ്വാനം. ഈ 2 കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ ഇൻ എ ക്ലോസ് സൊസൈറ്റി എന്നുള്ള കാര്യത്തിൽ പറയാനുള്ളത്. ആദ്യത്തേത് എ, സമൂഹ ശരീരം എന്ന സങ്കല്പം. അതൊരു ഓർഗാനിസം പോലെയാണ്, ശരീരമാണ്. ഇത് പറഞ്ഞില്ലേ, മുഖത്ത് നിന്ന് ബ്രാഹ്മണസ്യ മുഖമാസിത്ത് എന്ന് പറയുന്നത്. മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടാവുന്നു, പിന്നെ കൈകളിൽ നിന്ന് ക്ഷത്രിയന്മാരുണ്ടാവുന്നു, തുടകളിൽ നിന്ന് വൈശ്യന്മാരും പാദത്തിൽ നിന്ന് ശൂദ്രന്മാരും ഉണ്ടാവുന്നു. അവർക്ക് അവരുടേതായ ജോലിയുണ്ട്. അതങ്ങനെ സമ്യക്കായി അങ്ങനെ പോവുകയാണെങ്കിൽ സമൂഹത്തിൽ യാതൊരു കുഴപ്പമില്ല. എന്തൊരു മനോഹരമായ സമൂഹം. ഇത് ദീൻദയാൽ ഉപാധ്യായ RSSൻ്റെ പഞ്ചജന്യയുടെ പത്രാധിപരായിരുന്നു. RSSൻ്റെ ഒരു വലിയ താത്വിക ആചാര്യനായിരുന്നു. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: നമ്മുടെ 4 ജാതികൾ വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണ്. ശിരസ്സും വയറും കാലുകളും തമ്മിൽ എങ്ങനെ സംഘർഷമുണ്ടാകും? അവർക്ക് ഒരേ താല്പര്യവും ഒരേ ഏകാത്മക സത്വവുമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇൻ്റഗ്രൽ ഹ്യൂമനിസം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇത് പറയുക. എല്ലാം നാഷണൽ സോഷ്യലിസം, ഇൻ്റഗ്രൽ ഹ്യൂമനിസം, ഈ വാക്കുകളൊക്കെ ഇവരാണ് എടുക്കുന്നത്. നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്ന ഒരു മടിയാ. അവർക്ക് യാതൊരു മടിയില്ല, അവർ ഇൻ്റഗ്രൽ ഹ്യൂമനിസ്റ്റ്. അപ്പോൾ ഇതുപോലുള്ളൊരു സമൂഹത്തിൽ ഇതാണ് കാണുന്നത്. തിന്നുന്നവനെന്നും തിന്നുകൊണ്ടിരിക്കും, യുദ്ധം ചെയ്യുന്നവർ അതിന്, മലം കോരുന്നവർ, തോട്ടിപ്പണി ചെയ്യുന്നവർ തോട്ടിപ്പണി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇവിടെ ഇതാണ് ഇതിൻ്റെ രൂപം. ഈ സമ്യക്കും ഈ ഭംഗിയൊക്കെ പറയുമ്പോൾ നീ എന്നും തീട്ടം കോരിയാൽ മതി എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ. വേറെ ഒന്നും അർത്ഥമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രൂപം എന്നുള്ളത് ഇവരാരും പറയില്ല. ഇത് വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണെന്നൊക്കെ പറയും. ഇതാണ് അർത്ഥം. നോ സോഷ്യൽ മൊബിലിറ്റി. ഇവനെന്നും അവിടെ തന്നെ കിടന്നാൽ മതി എന്നാണ്. ഇതാണ് പരധർമ്മം. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. ഗാന്ധിയും ഇതിനെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ 4 വർണ്ണങ്ങൾ മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, ഇമ്മ്യൂട്ടബിൾ ലോ ഓഫ് നേച്ചർ എന്ന് ഗാന്ധി ഒരിക്കൽ പറഞ്ഞിരുന്നതാണ്. ഇതിൽ ഓപ്പൺ സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കുന്നു? പല ആൾക്കാരും ഈ താഴെ നിന്ന് മേലോട്ട് പോകും. ചിലപ്പോൾ ഇതുപോലെ ഒരു ദളിതൻ രാജ്യത്തിൻ്റെ നിയമമന്ത്രിയാവും. അങ്ങനെയാണ് അംബേദ്കർ ഇന്ത്യയുടെ നിയമമന്ത്രിയാവുന്നത്. അദ്ദേഹം ഒരു ദളിതനാണ്. അതുകൊണ്ടാണ് അംബേദ്കർ പ്രതിമയുടെ തല പോണത്. സഹിക്കാൻ പറ്റുന്നതല്ല. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അവഹേളിക്കപ്പെടുന്ന ഒരു പ്രതിമയുണ്ടെങ്കിൽ അത് അംബേദ്കറിൻ്റെ പ്രതിമയായിരിക്കും. ഇതേ രീതിയാണ് അതിൻ്റെ. ആ അംബേദ്കറിനെ അവമാനിക്കുമ്പോൾ ആ ഗോത്രത്തിനെയും ആ ഐശ്വര്യത്തിനെയും അവർ കുറേ ആൾക്കാരോടുള്ള ദേഷ്യം തീർക്കാം. ഇത് നിർമ്മലാനന്ദഗിരി ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ച ആമുഖാണ്. രോഗം ഭാവനയാണ്. ഇതുണ്ടാക്കുന്ന ഈ ക്ലോസ് സൊസൈറ്റി, ഓപ്പൺ സൊസൈറ്റി ആവുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന കുരുപൊട്ടൽ, അതാണല്ലോ പുതിയ വാക്ക്. അതാണ് ഈ കാണുന്നത്. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെപ്പറ്റി പറഞ്ഞാൽ കൊള്ളാം എന്നാണ് ചോദ്യം. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പോൾ പല ഘടകങ്ങൾ പരിശോധിക്കണം. ആദ്യം തന്നെ പറയും, ഇവർ പശുവിനെ അഴിച്ച് തെങ്ങുമേ കൊണ്ടുകൊണ്ട് കെട്ടി, എന്നിട്ട് പിന്നെ തെങ്ങിനെ പറ്റി ഉപന്യാസങ്ങൾ എഴുതാൻ. തൊഴിൽ ഒരു ജീവിതശൈലി തരുന്നുണ്ട്. ദേശം, കാലം, വയസ്സ്, സാമൂഹിക സംഘടിത പ്രവർത്തനങ്ങൾ, മതം, ജാതി എന്നിവയും ജീവിതശൈലത്തെ ബാധിക്കുന്നുണ്ട്. സംഗതി പറയേണ്ടത് ജാതിയെക്കുറിച്ചാണ്. 2 വാദ്യം കൂടെ അവിടെ എത്തി. മതജാതികളിൽ തുടങ്ങുന്നതായിരിക്കും കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉചിതം. ഏത് കേരളത്തിൻ്റെ ഏത് അന്തരീക്ഷം? കേരളത്തിലെ ഓരോ ജാതിക്കും സർവ്വതോഭദ്രമായ ഒരു ഭക്ഷണരീതി ഉണ്ടായിരുന്നു. ജാതീയമായി തൊഴിലുണ്ടായിരുന്നു.
കല്ലാശാരി, മരയാശാരി, കൊല്ലാൻ, തട്ടാൻ എന്നീ സമുദായങ്ങൾ പാരമ്പര്യ വഴിയിലാണ് തൊഴിൽ ചെയ്തു പോന്നിരുന്നത്. ഇവരിങ്ങനെ രോമാഞ്ചം കൊള്ളുന്നത് എനിക്ക് ഇവിടെ തന്നെ കാണാം. ആ തൊഴിൽ അവർ മാന്യമായി ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ചുരുക്കം? നിരന്തരമായി പാരമ്പര്യ വഴിക്ക് ഇരുമ്പുമായി പ്രവർത്തിക്കുന്നവരും ഇരുമ്പ് രോഗം തരില്ല. ഇരുമ്പുരുക്കുന്ന ചൂടുമായി അവൻ സാൽമ്യം പ്രാപിക്കും. സാൽമ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. അവൻ തൊഴിലിനൂടെ സാൽമ്യം പ്രാപിക്കുമ്പോൾ അവൻ്റെ കുട്ടി ഇരുമ്പ് പൊടിയിലേക്കാണ് ജനിച്ചു വീഴുന്നത്. ഇരുമ്പ് പൊടിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അത് മാറിയിട്ട് 15-ാം വയസ്സിൽ ഒരു കുട്ടി ഇരുമ്പ് പണിക്ക് പോയാൽ അവൻ അതുമായി താല്പര്യപ്പെടണമില്ല. ഇതുകൊണ്ടാണ് തൊഴിൽ രോഗങ്ങൾ വരുന്നത് പറയുന്നത്. ഈ വഴിക്ക് ഒരുപാട് രോഗങ്ങൾ ആവിഷ്കരിച്ചെടുത്തിട്ടുണ്ട് ആധുനിക സമൂഹം. കല്ല് ചെത്തുന്നവൻ കല്ലുമായി പൊരുത്തപ്പെട്ടാണ് ജീവിക്കുന്നത്. സ്വർണ്ണം ഉരുക്കിയും പണിയും ജീവിക്കുന്നവർ. തൊഴിൽ പരമ്പരാഗതമായിരുന്നപ്പോൾ സത്സന്ധി ഉണ്ടായിരുന്നു. ഇന്ദ്രിയ, സത്വം, ആത്മ, വൈദ്യുതികളൊക്കെ വരാൻ തുടങ്ങി ഇതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ജാതി വ്യവസ്ഥ തറന്നുകൊണ്ട്. അപ്പോൾ ഈ ക്ലോസ് സൊസൈറ്റി തുറന്ന് ഓപ്പൺ സൊസൈറ്റി ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ആമുഖം എഴുതിയത് പിണറായി വിജയനാണെന്ന് പറയാൻ എനിക്ക് വലിയ വിഷമമുണ്ട്. കൈരളി ചാനലിൽ എല്ലാ ആഴ്ചയും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. ഇതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം ഇവർക്ക് പിടികിട്ടുകയില്ല. ഇവരെന്ത് ചെയ്യണം? ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ RSSൻ്റെ ശിബിരത്തിൽ പോയിട്ട് അവിടെ കൊടിയം കുത്തി ഇങ്ങനെ നടന്നൊരു വീഡിയോ വരണം എന്നാലേ ഇവർക്ക് കാര്യം മനസ്സിലാവും. അത് വേറെ ഒരു പ്രശ്നമില്ല. എന്തൊക്കെ പറയും, ഇതൊക്കെ പറയേണ്ടത് ഇത് രാഷ്ട്രീയമാണ് മനസ്സിലാവുന്നില്ല. ഞാൻ ഒന്ന് തണുക്കട്ടെ. രണ്ടാമത്തെ വിഷയം, അതിലെ ആ പോയിന്റ് രണ്ടാമത്തെ വിഷയം, ട്രൈബ് ഈസ് എവറിത്തിങ്, ഇൻഡിവിജ്വൽ ഈസ് നത്തിങ്. ഇതിൽ രക്തസാക്ഷികൾ, ഈ കുലംകുത്തികൾ, ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് ദി എംഫസിസ് ഓൺ ദ സുപ്രീം ഇമ്പോർട്ടൻസ് ഓഫ് ദ ട്രൈബ് വിത്തൗട്ട് വിച്ച് ദി ഇൻഡിവിജ്വൽ ഈസ് നത്തിങ് അറ്റ് ഓൾ. ഇവിടെ വ്യക്തിക്ക് പ്രധാനമില്ല, പാർട്ടിയാണ് പ്രധാനം, ഗോത്രമാണ് പ്രധാനം. വ്യക്തിക്ക് യാതൊരു പ്രാധാന്യമില്ല. ഇത് ഗാന്ധി വെടിയേറ്റ് മരിച്ചു. ഒരു രക്തസാക്ഷിയാണ് നമ്മുടെ. ഒരു രക്തസാക്ഷികൾ ഉണ്ടാകുന്ന വിധമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രക്തസാക്ഷിയാണ് ഗാന്ധി. രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെ കൊന്നത് അതിനാണ്. മൈ ഫസ്റ്റ് ഡ്യൂട്ടി ടു സെർവ് ഹിന്ദുഡം ആൻഡ് ഹിന്ദുസ് എന്ന് വിശ്വസിച്ച അദ്ദേഹമാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. ഗോഡ്സെ പറയുന്നു. അദ്ദേഹം പറയുന്നുണ്ടല്ലേ, ഗോത്രത്തെ രക്ഷിക്കാണ് പ്രധാനം. നോ ഡൗട്ട് മൈ ഓൺ ഫ്യൂച്ചർ വിൽ ബി ടോട്ടലി റൂയിൻഡ്. തൂയി കൊല്ലപ്പെടുന്നത് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് ചെയ്യുന്നത്. ബട്ട് ദ നാഷൻ വുഡ് ബി സേവ്ഡ് ഫ്രം ദ ഇൻറോഡ്സ് ഓഫ് പാകിസ്ഥാൻ എന്നാണ്. കാലിൻ്റെ അടിയിൽ ജിന്നയുടെ പടം പൊട്ടിച്ച ആളുടെ അതേ മനോഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഗാന്ധിയെ കൊന്നു. പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി വരരുത് എന്നുള്ള. അപ്പോൾ ഗോത്രരക്ഷയ്ക്ക് സ്വയം ആഹുതി ചെയ്യാൻ തയ്യാറാകുന്ന ഇയാൾ ഒരു രക്തസാക്ഷിയും ആ ഗോത്രത്തിൻ്റെ കണ്ണിൽ. ഇതാണ് ഇപ്പം അത് പറയാൻ അത്ര ധൈര്യപ്പെടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നാത്തുറാമിനായ ഗോഡ്സെയും വീര സവർക്കർ എന്ന് നമുക്ക് സവർക്കറിനെ വിളിക്കാനും ഇവിടെ അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യാനും ഒക്കെ ഉള്ള രാഷ്ട്രീയ ധൈര്യം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നാത്തുറാം വിനായക ഗോഡ്സെ ഒരു ഇഞ്ചിനെ മാറിയേക്കുന്നത് അതും വരുന്ന എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിയായി അംഗീകരിക്കുന്ന ഒരു കാലം ചിലപ്പോൾ വന്നുവിടാനില്ല. ഇങ്ങനെ തന്നെ രക്തസാക്ഷികൾ അംഗീകരിക്കപ്പെടുന്നത്. ഒരു ഗോത്രത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയഴിക്കാൻ തയ്യാറുള്ള ആൾ രക്തസാക്ഷി. അങ്ങനെ രക്തസാക്ഷി ഉണ്ടാവുന്നു. ഗാന്ധി വാസ്തവത്തിൽ അതിന് തയ്യാറായിട്ടില്ല. ഗാന്ധിനെ കൊന്നതാണ്. അദ്ദേഹം പറയുന്നതാണ്, എന്നോടൊരു ദയ്യം കാണിക്കേണ്ടെന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നോടൊരു ദയ്യം വേണ്ട, എനിക്ക് വേണ്ടി ആരും ദയ അപേക്ഷിക്കുകയും വേണ്ടെന്നാണ്. നമ്മൾ വേറൊരു രക്തസാക്ഷിയാണ് ഭഗത് സിംഗ്. സാൻഡേഴ്സ് വധത്തിന് ശേഷം അത് നമ്മളെ അംഗീകൃത രക്തസാക്ഷിയാണ്. രക്തസാക്ഷികൾ അംഗീകരിക്കപ്പെട്ടവരും അംഗീകരിക്കപ്പെടാത്തവരുമുണ്ട്. ഇത് അംഗീകരിക്കപ്പെട്ട രക്തസാക്ഷിയാണ് ഭഗത് സിംഗ്. സാൻഡേഴ്സ് വധത്തിന് ശേഷം ഭഗത് സിംഗ് കൂട്ടിന് ഇറക്കിയ പോസ്റ്റർ ഇതാണ്. ഒരു പോസ്റ്ററാണ്. ബ്യൂറോക്രസി ബിവെയർ എന്നാണ് നോട്ടീസ്. അതിൽ പറഞ്ഞേക്കാണ്. അതിലെ വാക്കുകൾ ശ്രദ്ധിക്കണം. വിത്ത് ദ ഡെത്ത് ഓഫ് JP Saunders, the assassination of Lala Lajpat Rai has been avenged. എന്താണ്? ലാലാ ലജ്പത് റായിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തല്ലി. ഏതാനും ആഴ്ച കഴിഞ്ഞ് ലാലാ ലജ്പത് റായ് മരിച്ചു. ഇവർ കൊല്ലാൻ പോയി. കൊന്നത് വേറൊരാളെയാണ്. ഈ അടിച്ച പോലീസുകാരനല്ല കൊന്നത്. ബൈ മിസ്റ്റേക്ക് വേറൊരാളെയാണ് വെടിവെച്ച് കൊല്ലുന്നത്, സോണ്ടേഴ്സിനെ. പക്ഷേ ഇവർ എന്താണ് പറയുന്നത്? നമ്മുടെ ഭഗത് സിംഗും കൂട്ടരും ലാലാ ലജ്പത് റായിയുടെ മരണം പ്രതികാരം നിർവഹിക്കപ്പെട്ടു, അവെഞ്ച് ചെയ്തു. ആ വാക്കുകൾ എങ്ങനെയാണ്? കരുതിക്കൊള്ളുക, ബിവെയർ, പ്രതികാരം, അവെഞ്ച്, നാഷണൽ ഇൻസൾട്ട് ടു ദ ചാലഞ്ച് ഓഫ് യങ് മാൻ. അപമാനമാണ്, ഇൻസൾട്ടാണ്. രക്തം തണുത്തുപോയിട്ടില്ല, ജീവൻ സമർപ്പിക്കുക, ലേ ഡൗൺ ദെയർ ലൈഫ്സ്. ഈ വാക്കുകളാണ്, ഗോത്രീയ ഭാഷയാണ്. 1928 ഇതുപോലെ സോണ്ടേഴ്സ് ഒരു കൊല നടന്നു, 3 രക്തസാക്ഷികൾ നമുക്കുണ്ടായി. ഈ ഓർമ്മ നമ്മൾ ഇന്നും പുലർത്തുന്നു, നമ്മളൊരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ. 84 മറ്റൊരു കൊല, അവിടെയും ഉണ്ട് 3 രക്തസാക്ഷികൾ. ഈ രക്തസാക്ഷികൾ അംഗീകരിക്കുന്ന ഗോത്രങ്ങളുണ്ട്. ഈ വി ഓണർ ഷഹീദ് എന്നാണ് പറഞ്ഞത്. ഷഹീദ് ബിയാൻ സിംഗ്, ഷഹീദ് ഭായ് സത്വന്ത് സിംഗ്, ഷഹീദായിട്ടാണ് അംഗീകരിക്കുന്നത്. ഇത് UK ഖാലിസ്ഥാനിൽ ഞാൻ
നെറ്റിൽ പോയി എനിക്കിപ്പോൾ കാണാം, വളരെ പരസ്യമായിട്ട് നെറ്റിലുള്ള സാധനമാണിത്. ഇവർ UK ഇവരെ ഖൽസാക്കാർ ഇറക്കിയിട്ടുള്ള പോസ്റ്ററാണ്. ഇവരെ രക്തസാക്ഷിയായിട്ടാണ് പറയുന്നത്. ബൈ എലിമിനേറ്റിംഗ് ഇന്ദിരാഗാന്ധി, വെടിവെച്ച് വന്നതിൽ എലിമിനേറ്റ് ചെയ്തതിൽ ഇവരെ അംഗീകരിച്ചുകൊണ്ട് അവരെ ഷഹീദായിട്ടാണ് അംഗീകരിക്കുന്നത്. ആ ദിനം അവർ ഓർക്കുകയാണ്. അമൃത്സർ ദ ബദലാണ്, അമൃത്സറിന് പകരമായി എന്ത് ചെയ്തു? സെർവ്ഡ് ജസ്റ്റിസ്, നീതി, ഗോത്രത്തിൻ്റെ നീതിയാണിത്. സെർവ്ഡ് ജസ്റ്റിസ് ടു ദ ഹിന്ദുത്വ ടൈറന്റ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ഹിന്ദുത്വയുടെ ടൈറൻ്റായിട്ടാണ് അവർ കാണുന്നത്. എന്ത് ബന്ധമാണുള്ളത്? ഹിന്ദുത്വ ടൈറൻ്റാണ് ഇന്ദിരാഗാന്ധി. അങ്ങനൊരു മുദ്രത്തി. ബൈ എലിമിനേറ്റിംഗ് ഹെർ ആൻഡ് സെൻഡിങ് ഹെർ ടു ഹെൽ. ഇതാണ് ഗോത്രീയ ഭാഷ. ഇന്ദിരാഗാന്ധിയെ നരകത്തിൽ അയച്ചു എന്നാണ് ഈ ഷഹീദ് ബ്യാൻ സിംഗ്, ഷഹീദ് ഭായ് സത്വന്ത് സിംഗ്, പിന്നെ 3 ആൾക്കാരെ, KR സിംഗ് എന്നൊരാളും കൂടെ തൂക്കിക്കൊല്ലപ്പെടുന്നുണ്ട്. ഇങ്ങനെ 3 രക്തസാക്ഷികളാണ് ഈ ഗൂഢാലോചനയിലുണ്ട്. സവർക്കറിന് ഒരുപക്ഷെ അന്ന് ഈ കേസിൽ പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ ധൈര്യമായിട്ട് അദ്ദേഹത്തിന് വീര സവർക്കർ എന്ന് പറയില്ലായിരുന്നു. പിടിച്ചു, അദ്ദേഹത്തെ തെളിവില്ലാന്ന് വിട്ടു. അമേരിക്കയിൽ നടന്നിട്ടുള്ള സിഖ് ഗോത്രത്തിൻ്റെ തന്നെ പറയാം, സിഖ് ഗ്രൂപ്പിൻ്റെ ഒരു ജാഥയിൽ കണ്ണ് ഫ്ലോട്ടാണ്. ഈ 2 പേര് തൂക്കിലേറുന്നത്, KR സിംഗും മറ്റേ ബയാൻ സിംഗ് തൂക്കിലേറുന്നതിൻ്റെ ഫ്ലോട്ടുകളാണ് രക്തസാക്ഷിയെ അനുസ്മരിക്കാൻ. സിഖ് രാജ്യത്തിനായി ജീവിതം ഹോമിക്കാന്നാണ് പറയുന്നത്. ഇത് 3 പേരെയും ബൈ ബയാൻ സിംഗ്, സത്വന്ത് സിംഗ്, KR സിംഗ്, ഹു ഗേവ് ദെയർ ലൈഫ് ഇൻ സർവീസ് ആൻഡ് ഓണർ ഓഫ് ദി സിഖ് നേഷൻ. അവർക്ക് സല്യൂട്ടാണ്. സിഖ് രാജ്യത്തിനായി ജീവിതം ഹോമിക്കുക എന്നാണ് ആ ഗോത്രം പറയുന്നത്. നമ്മൾ പറയുന്നതോ ഇന്ത്യ രാജ്യത്തിനായി ജീവിതം ഹോമിക്കുക. ഇത് വലിയ വ്യത്യാസമില്ല എന്ന് ഞാൻ പറയുന്നത്. ഇതിലൊക്കെ രാഷ്ട്രീയം ഒന്ന് തന്നെയാണ്. വെടിവെച്ച് കൊന്ന് ഒരു സംഗതി വെടിവെച്ച് കൊന്ന് നേടാനുണ്ടെങ്കിൽ ഒരു ഗോത്രത്തിൻ്റെ നീതി നടപ്പാക്കുന്നത്, ഒരു ഗോത്രത്തിലെ വേറൊരാളെ കൊന്നിട്ട് ആ നീതി നടപ്പാക്കുന്നത് നമ്മൾ ഘോഷിക്കുന്നുവെങ്കിൽ നമ്മളും ചെയ്യുന്നതിൽ വ്യത്യസ്തമില്ല എന്ന് എനിക്ക്. പ്രസ്ഥാനത്തിന് വേണ്ടി യുവത്വം ഹോമിക്കുക, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ 20ഓളം സഖാക്കളെ, ഇത് ഫേസ്ബുക്കിൽ അടുത്ത ഓടിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റാണ്. നിർദ്ദയം കൊന്നുതള്ളി ഒരു നരഭോജിയെ, കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യുന്ന പ്രഖ്യാപിച്ച ഒരു കാട്ടാളനെ, KT ജയകൃഷ്ണൻ എന്ന നരാധമൻ. ഇന്ദിരാഗാന്ധിക്കെതിരെ അവർ പറഞ്ഞ അതേ വാചകങ്ങൾ നമുക്ക് ഇവിടെയും കാണാം. സെൻഡിങ് ഹെർ ടു ഹെൽ, ഹിന്ദുത്വ ടൈറന്റ് എന്നൊക്കെ അതേ വാക്കുകളാണ് ഗോത്രീയ ഭാഷ ഇവിടെയും പ്രയോഗിക്കുന്നത്. ഒരു കാട്ടാളൻ, നരാധമൻ. അവർ കൊന്നവരോ ചുണക്കുട്ടികൾ. കണ്ണൂരിലെ കുറേ ചുണക്കുട്ടികൾ അവസാനിപ്പിച്ച ദിനം ആണിന്ന്. പ്രസ്ഥാനത്തിന് വേണ്ടി വിയ്യൂർ ജയിലിൽ യുവത്വം ഹോമിച്ച ആ ചുണക്കുട്ടികളെ, മൊഗേർ സഖാക്കളെ നമുക്ക് ഓർമ്മിക്കാം. ഇൻക്വിലാബ് സിന്ദാബാദ്. ഇതാണ് ഗോത്രീയ ഭാഷ. എന്തുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റുന്നില്ല? നമ്മുടെ ഗോത്രമാണെങ്കിൽ നമ്മൾ കാണില്ല. അതാണ് ഗോത്രീയതയുടെ ഒരു പ്രത്യേകത. നമ്മുടെ ഗോത്രം പറയുന്നത് ഗോത്രീയതയാണ്. ജലത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിന് ഇത് ജലമാണ് എന്ന് മനസ്സിലാവില്ല. വെള്ളത്തിന് പുറത്തു പോയാലേ ഞാനും ജലത്തിലാണ് ജീവിക്കുന്നത് മനസ്സിലാവും. അതുപോലെയാണ് ഗോത്രീയതയുടെ പ്രത്യേകത. നമ്മുടെ ഗോത്രം പറയുമ്പോൾ നമുക്കത് ഗോത്രീയതയായിട്ട് ഫീൽ ചെയ്യില്ല. നമുക്ക് രാജ്യാഭിമാനമായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി അഭിമാനമായിട്ട് ഫീൽ ചെയ്യും. തിരിച്ച് മറ്റേ ഗോത്രത്തിന് ഇത് ബലിദാനമാണ്. ബലിദാന ദിനം എന്നാണ് പറയുക അദ്ദേഹത്തിന്. അതേ ദിവസം മറ്റവരിടുന്ന പോസ്റ്റ് ബലിദാന ദിനം. യഥാർത്ഥ ദേശസ്നേഹത്തിൻ്റെ പൊരുൾ എന്തെന്ന് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ചുണക്കുട്ടികൾ ഇവിടെ ക്രിമിനലുകളായി. അവരുടെ ചുണക്കുട്ടികൾ ഇവർക്ക് ക്രിമിനലുകളാണ്. ഒരു ഗോത്രത്തിൻ്റെ ചുണക്കുട്ടി, ഒരു ഗോത്രത്തിൻ്റെ രക്തസാക്ഷി, മറ്റവർക്ക് ആക്രമണകാരിയും ക്രിമിനലുമാണ്. ക്രിമിനലുകൾക്ക് മുന്നിൽ വീണുപോയ സോദര, ദേശസ്നേഹികളായി സഹോദരങ്ങളുടെ ശതകോടി പ്രണാമം, നെഞ്ചുപൊട്ടുമാർഗത്തിൽ വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾ എന്ന് വേറ്റി വിളിക്കും. ഇത് കേരളത്തിൽ ഒട്ടാകെ നടക്കുന്നുകൊണ്ടേയിരിക്കുകയാണ്. RSS ക്രിമിനൽ തള്ളിയവർ, ധീരബലിദാനികൾ, ഇങ്ങനെ 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 നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗോത്രീയത തമ്മിൽ അടി, ഒരാളുടെ ഭീഷണി മറുഭീഷണി. ഗോത്രീയത സജീവമാണ് നമ്മുടെ ഇടയിൽ. പഴയൊരു കഥയല്ല. മാർട്ടിയേഴ്സ് ഇല്ലാതെ ഒരു പ്രസ്ഥാനത്തിനും നമ്മുടെ ജനാധിപത്യത്തിനില്ല. KSU എന്നൊരു പ്രസ്ഥാനമുണ്ട്. അവർക്കും ഇവിടെ ഒരു 4 രക്തസാക്ഷികൾ, 5 രക്തസാക്ഷികൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ വിട്ടിട്ടുണ്ട് അവിടെ രക്തസാക്ഷികൾ. അവിടെ ഒരു കോടിയൊക്കെ വിളിച്ചിട്ട്. കാരണം കേരളത്തിൽ രക്തസാക്ഷികളില്ലാതെ ഒരു കാര്യവും നടക്കില്ല. രക്തസാക്ഷിയുടെ മുകളിലാണ് ഗോത്രീയ രാഷ്ട്രീയം നടന്നു പോകുന്നത്. അപ്പോൾ KSUവിന് ഒരു 5 രക്തസാക്ഷികൾ ലിസ്റ്റ് ഇട്ടിരിക്കുക. എല്ലാവരും കൂടി ഇട്ടിട്ടില്ല, ഒരു 5 പേരെ ലിസ്റ്റ് ഇട്ടിട്ട് അവിടെ കൂട്ടി. പിന്നെ രക്തസാക്ഷികളെ മുർത്താദ് ഇതുപോലെയാണ്. റെനിഗേഡ്, കുലം കുത്തി, ഒറ്റുകാരനെ പിന്നെ എന്ത് ചെയ്യണം, ഇതൊക്കെ ശരിക്കും കേൾക്കുന്നതാണ്. TP ചന്ദ്രശേഖരൻ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുക. 2 ദിവസം മുമ്പ് എടുത്ത് പോയി ഒറ്റുകാരനെ പിന്നെ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. പാർട്ടിയാണ്, പാർട്ടിയിലെ ഒരു കൂറുള്ള ഒരാൾ ചോദിക്കുകയാണ്. 5ാമത്തെ പോയിന്റ്, ഗോത്രീയത എന്നത് ഈ യുക്തിയുടെ ഭാഷയില്ല, അത് വളരെ അയുക്തികമാണ്. ഇറ്റ് ഈസ് ബൈ നേച്ചർ ഇറാഷണൽ. അതിന് ഉദാഹരണം നമ്മളെ മുർത്താലിൽ നിന്ന് തുടങ്ങാം. ഒരു സംഗതി നീതിപൂർവകമാണോ ശരിയാണോ എന്ന് നോക്കാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? മുർത്താദിനെ കൊല്ലണം എന്ന് ഹദീസുകളിൽ വിധിയുണ്ടോ?
ഇതാണ് ഒരു വലിയ ഡിസ്കഷനാണ്. ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല, കൊന്നേ പറ്റും. അപ്പോൾ ഇതാണ് പ്രശ്നം. മുർത്താദിനെ കൊല്ലണമെന്ന് വിധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലാണ് തർക്കം. ഇപ്പോൾ കാരശ്ശേരി മാഷ് പറയും മുർത്താദിനെ കൊല്ലണമെന്ന് വിധി ഇല്ല എന്നൊരു വാക്ക്, അപ്പോൾ മറ്റൊരല്ല മുർത്താദിനെ കൊല്ലണമെന്ന് വിധി ഉണ്ട് എന്ന് മറ്റൊരു. അപ്പോൾ ഇതിന് ന്യായാന്യായങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഇത് ഗോത്രം അനുശാസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ വെച്ച് മാത്രമാണ്. അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഗോത്രം അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. എല്ലാം അഗ്രചർമ്മം ഛേദിച്ചേ പറ്റൂ, മുടിയവർ കൊട്ടയടിച്ചേ പറ്റൂ, മുർത്താദിനെ കൊന്നേ പറ്റൂ. അത് സമസ്യയില്ല, കാരണം അങ്ങനെയാണ് ഗോത്രവിധി. അത് ഇറാഷണലാണ്, അത് ചോദ്യം ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല അവിടെ. അപ്പോൾ ഇതിലൊക്കെ കള്ളു കുടിച്ചാലും എല്ലാം മുർത്താദാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബൈ ഡെഫിനേഷൻ ഇതൊക്കെ അപ്പോസ്റ്റസിയാണ്. കള്ളു കുടിക്കുക, വിചാരം ചെയ്യുക, ചെറിയ ദൈവത്തിനെ നിഷേധിക്കുക, പ്രൊഫറ്റിനെ വിമർശിക്കുക, എന്ത് ചെയ്താലും പ്രശ്നമാവും. പൊട്ടുതൊട്ടാലും പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഗോത്രത്തിൻ്റെ പൂർവിക വിധിവിലക്കുകൾ അനുസരിക്കുക, അതാണ് ഗോത്രീയ ചിന്ത. അതേസമയം ജ്ഞാനോദയാനത്തിൻ്റെ യുക്തിചിന്ത, ഹ്യൂമാനിസ്റ്റിൻ്റെ ചിന്ത, റാഷണലിസ്റ്റിൻ്റെ ചിന്ത എന്താണ്? നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും കൊണ്ട് സ്വയം തീരുമാനിക്കണം. നമ്മളാണ് തീരുമാനമെടുക്കുന്നത്. ഒരു കാര്യം ഇത് നൈതികമാണോ, നീതിപൂർവമാണോ, ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ യുക്തിയും നമ്മുടെ നിരീക്ഷണങ്ങളും വെച്ചുകൊണ്ട് നമ്മളെടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം. അല്ലാതെ ഹദീസ് പറഞ്ഞിട്ടുണ്ടോ മറ്റേ പുസ്തകം പറഞ്ഞിട്ടുണ്ടോ, അതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. ആണ് യുക്തി എന്ന് പറയുന്നത്. ഇവിടെയാണ് അതിൻ്റെ വേര് കിടക്കുന്നത്. അവനവൻ്റെ മതം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മതങ്ങളെക്കുറിച്ചിട്ടും ഈ വിശ്വാസികൾ വളരെ ഗംഭീരമായ യുക്തി എന്ന് നടത്തും. നമ്മൾ പുനർജന്മത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര വൃത്തിയായിട്ട് യുക്തിവാദം പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവില്ല. പുനർജന്മം എന്നൊരു സംഭവത്തിന് അവർ അടിച്ച് പൊളിച്ച് നിരത്തി കൈ തരും. അതേസമയം അവരുടെ സംഗതികൾ എന്തെങ്കിലും തൊട്ടാൽ അതൊക്കെ പ്രശ്നമാണ്, അതൊന്നും അനക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് മതക്കാരൻ്റെ ഒരു പ്രശ്നം ഇതാണ്. അവരുടെ മതം കംപ്ലീറ്റ് അവർ അതേപോലെ മതമായാലും ഗോത്രമായാലും അതിനെക്കുറിച്ച് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാത്തിനെ കുറിച്ച് അസലായിട്ട് യുക്തി ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നതെന്നാണ്. അതിനൊരു പരിണാമപരമായ കാരണം ഉണ്ടാവാം. കാരണം എന്താ വെച്ചാൽ ഈ ഗോത്രവുമായി ഐക്യപ്പെട്ടു പോകുന്നവർക്കാണ് പരിണാമപരമായി, കാരണം ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ് നമ്മളെന്നും, സമൂഹ ജീവികളാണ്, അതിൻ്റെയൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗോത്ര ജീവികളാകാനുള്ള മസ്തിഷ്കം തന്നെ അതിനുള്ള അനുകൂലനങ്ങൾ നിർദ്ധാരണം പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്താണ്, സ്വഗോത്രത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക അനുകൂലനങ്ങൾ മനുഷ്യനുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു അനുകൂലനം, ഇങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെ നമ്മുടെ ഗോത്രം എന്ത് പറയണോ അതനുസരിക്കുക, അതിന് ചോദിച്ചേണ്ട. ബാക്കി നമുക്ക് പുറത്തിറങ്ങുമ്പോൾ പുലി അതിലെ പോകുന്ന വഴിയുണ്ടോ, ഇത് പുലിയുടെ കാൽപ്പാടാണോ, അല്ലെങ്കിൽ അവിടെ പോയ വെള്ളം കിട്ടുമോ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ യുക്തിചിന്ത വേണം. അതേസമയം നമ്മുടെ ഗോത്രം പറയുന്നതൊക്കെ അതേപോലെ അനുസരിച്ചാലാണ് നിങ്ങൾക്ക് നല്ലത്. ആ ആറ്റിലേക്ക് അച്ചുതാ ചാടരുത് എന്ന് പറഞ്ഞ് ചാടിയ ചിലപ്പോൾ മുതൽ പിടിക്കും. അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ ഈ രീതിയിലുള്ള ബാലമസ്തിഷ്കങ്ങൾ തന്നെ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിജീവനത്തെ സഹായിക്കുമെന്നതുകൊണ്ട് പരിണാമപരമായി അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇതാണ് ഇന്നും നമ്മൾ കാണുന്നത്. ഇത്തവണത്തെ മാതൃഭൂമിയിലാണ് എക്സ്ക്ലൂസീവ് പെൻറ്റാവാലന്റ് വാക്സിൻ നടത്തിയ കൂട്ടക്കൊല. ഭയപ്പെട്ടത് ശരിയായി, ആധാറിൻ്റെ പിന്നിൽ CIA തന്നെ. മാതൃഭൂമി ആശുപത്രിൻ്റെ ഇത്തവണത്തെ ഫ്രണ്ട് കവറാണ്. ഇതാണ് ഈ അവനവൻ ഭയപ്പെടുന്നത്, അവനവൻ ആഗ്രഹിക്കുന്നത്, അവനവൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ കാണാനും കേൾക്കാനും വായിക്കാനും നമുക്ക് കഴിയും. അതിന് പറ്റിയ രീതിയിലുള്ള ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തും. ഇതൊക്കെ നമ്മുടെ ഗോത്രീയ ചിന്താരീതിയുടെ വിശേഷമാണ്. വി ഫിൽട്ടർ ഔട്ട് ഇൻഫർമേഷൻ ദാറ്റ് കോൺട്രഡിക്ട്സ് ദ വേ വി വാണ്ട് ടു ബിലീവ് എന്നാണ്. നമുക്ക് വിശ്വസിക്കണം, ഏത് രീതിയിൽ വിശ്വസിക്കുന്നുണ്ടോ, നമ്മൾ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കൊരു വിശ്വാസം ധാരണ ഉണ്ടല്ലോ, അതനുസരിച്ച് തെളിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് അതിൽ ആ തെളിവ് മാത്രമേ നമ്മൾ കാണൂ, ഫിൽട്ടർ ചെയ്യും. അതിനുള്ള തലച്ചോറാണ് നമുക്ക് ഉള്ളത്. അങ്ങനെയാണ് എയ്ഡ്സ്, ഇംഗ്ലീഷ് മരുന്നിൻ്റെ രോഗം, പെൻറ്റഗണിൻ്റെ ആയുധമൊക്കെ ആകുന്നത്. ഇന്ത്യ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയിൽ അതാണ് മോഡേൺ മെഡിസിൻ്റെ ആവശ്യത്തിന് വേണ്ടി അതാ ഒരു കൊച്ചുകുട്ടിയെ മാമോദീസം മുക്കുന്നത് പോലെ വാക്സിനേഷൻ ചെയ്ത് രോഗം തയ്യാറാക്കുന്നു എന്ന് പറയുന്നത് കൽപ്പറ്റ നാരായണനാണ്. കൽപ്പറ്റ നാരായണൻ മലയാളത്തിലെ ഒന്നാംകിട കവിയാണ്. കവിത എഴുതുന്നെങ്കിൽ കൽപ്പറ്റ നാരായണപ്പോൾ എഴുതണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. ബാക്കി കാര്യങ്ങളിലൊക്കെ അസല മനുഷ്യനാണ്. പക്ഷേ ഈ മാതിരി വിശ്വാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഗോത്രീയത നമ്മൾ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ ഇതും കൂടെ വരും. ഗൂഢാലോചന, ശത്രുക്കൾ, വെല്ലുവിളി, ഇതൊക്കെയും അതേ ഗോത്രീയതയുടെ ഭാഷയാണ്. ഇതിലേക്ക് നമ്മൾ വരും. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ കാരണം എന്താണ്? അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഈ രീതിയിലുള്ള അന്തരംഗം, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകൾ എന്നൊക്കെയുള്ള ഈ ഗോത്രീയത, ഈ ഞരമ്പിൽ ചോര തിളക്കുന്നതും അന്തരംഗം അഭിമാനപൂരിതമാവുന്നതും ഒക്കെ ആദിസസ്തനീയ മസ്തിഷ്കം
ലിംബിക് സിസ്റ്റത്തിൻ്റെ കളിയാണ്. ഇതാണ് നമ്മുടെ പ്രൈമറിലി നമ്മുടെ വികാര ജീവിതത്തിൻ്റെ ഇമോഷണൽ ലൈഫിൻ്റെ ഘടകം, ഓർമ്മയുടെയും. ആറാമത്തേത് ഗോത്രീയതയും വിധിവിലക്കുകളും. വിലക്കുകൾ എന്നത് ഗോത്രീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, സംഗീതം, സൗഹൃദം, ജീവിതത്തിൻ്റെ ഏത് മേഖലയും നിർണ്ണയിക്കുന്ന ഗോത്രീയ വിധിവിലക്കുകൾ ഓരോ ഗോത്രവും പുലർത്തുന്നുണ്ട്. എല്ലാവർക്കും സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നുള്ളതാണ് ഗോത്ര ഇന്ത്യയുടെ രീതി. പാടില്ല എന്നാണ്, പുലിയുള്ളപ്പോൾ പാടില്ലാത്തവ. അത് ചെയ്ത് അനുഷ്ഠാന വിജ്ഞാനകോശം എന്ന് ഞാൻ പലതിനും കൂട്ടിയെന്ന ഒരു ഗംഭീര പുസ്തകമാണ്, രസികം പുസ്തകം. ഒരു PhD കാരൻ എഴുതിയ പുസ്തകം കേട്ടോ. ഭൗതിക ശാസ്ത്രത്തിൽ PhD ഉള്ള ഒരാൾ എഴുതിയ പുസ്തകമാണ് അനുഷ്ഠാന വിജ്ഞാനകോശം. ഞാൻ അവിക്കോ സിൻഡ്രോം എന്നാണ് ഞാൻ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പറയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൽ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ലിസ്റ്റാണ്. ഇത് സ്ഥിരമാണ്. അതാണ് പശുവിനെ തിന്നരുത്, പശുവിനെ തിന്നാവും. പന്നിയെ തിന്നരുത് ഒരു ഗ്രൂപ്പിന്. വേറൊരു ഗ്രൂപ്പിന് മാംസമേ കഴിക്കരുത്, വേറൊരു ഗ്രൂപ്പിന് പാല് കുടിക്കരുത്, വേറൊരു മദ്യം കഴിക്കരുത്, ഉള്ളി കഴിക്കരുത്. ഇതൊക്കെ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമുള്ള വിധിവിലക്കുകളാണ്, ഓരോ ഗോത്രത്തിൻ്റെ വിധിവിലക്കുകളാണ്. ഇതിൽ ഞാനും ഈ ദ്രാവകങ്ങൾ രണ്ടും കഴിക്കാറില്ല. അത് പക്ഷേ ഗോത്രീയ വിലക്ക് കൊണ്ടല്ല, ആരോഗ്യത്തിന് നല്ലതല്ല ഉള്ളതുകൊണ്ടാണ് ഈ ദ്രാവകങ്ങൾ കഴിക്കാത്തത്. യാത്ര, സമുദ്രം കടക്കരുത് എന്ന് ഒരു ഗോത്രത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് ഗാന്ധിയെ കടലിൽ കടന്നു പോയി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കടൽ കടക്കാൻ ശ്രമിച്ചു. കടൽ കടന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഗോത്രത്തിൽ നിന്ന് പുറത്താക്കി. ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ഒരു അമേരിക്കയിൽ പോയി അവാർഡ് വാങ്ങാൻ ഞാൻ അങ്ങോട്ട് പോകണില്ല പറഞ്ഞു. സമുദ്രം കടക്കാൻ പാടില്ല അദ്ദേഹത്തിന്. അവസാനം മരിക്കുന്നവർ അദ്ദേഹം പോയിട്ടില്ല, അടുത്ത കാലത്താണ് മരിച്ചത്. ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തു അവാർഡ്. സൗഹൃദങ്ങൾക്ക് വിലക്കുകൾ. സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും കുറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്, ഗോത്രവിലക്കാണ്. വർണ്ണസങ്കരം വലിയ പേടിയാണ്. വർണ്ണസങ്കരം എന്ന സംഗതി വന്നു കഴിഞ്ഞാൽ വലിയ ഗോത്രത്തിന് വലിയ പേടിയാണ്. ഇതൊക്കെ വിധിവിലക്കുകളാണ്. ഞാൻ ഈ യുദ്ധത്തിലൂടെ വർണ്ണസങ്കരം ഉണ്ടാക്കുമോ എന്നാണ് അർജുനന്റെ വിഷാദയോഗം. നരകത്തിൽ പതിക്കും, കുലവും കുലഘാതകരും നരകത്തിൽ പതിക്കും, പിതൃക്കൾക്ക് വിനോദക കൃതികൾ കിട്ടാതെ വരും. ഈ വർണ്ണസങ്കരത്തെയാണ് ഇന്നും പേടിക്കുന്നത്. ഇളവരശനും വിദ്യയും പ്രേമിക്കുമ്പോൾ, ഞാൻ എറണാകുളത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വണ്ണിയാർ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി, വിദ്യ എന്ന് പറഞ്ഞൊരു കുട്ടി ഇളവരശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദളിത് യുവാവുമായിട്ട് പ്രേമത്തിലായി. അവർ വിവാഹിതരായി. എന്നിട്ട് ഈ രണ്ട് ഗോത്രങ്ങളാണ് തീരുമാനിക്കുന്നത്. ഈ രണ്ട് ഗോത്രങ്ങളുടെയും ചീഫ് അവർ കൂടിയാലോചന ചെയ്തിട്ട് കുട്ടിയെ വിട്ടുകൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഈ ഗോത്രം മറ്റേ ഗോത്രത്തിന് വേണ്ടി പറയാണ്, ഈ ഗോത്രം മറ്റേ ഗോത്രത്തിനോട്, ഈ ഗോത്രത്തിൽപ്പെട്ട ഈ കുട്ടിയെ ശരി എന്ന്, ഈ കല്യാണം വേണ്ട, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞു. കുട്ടി സമ്മതിച്ചില്ല, കാലം മാറിപ്പോയി, ഞാൻ പോണില്ല പറഞ്ഞു. പോണില്ല പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ അർജുന വിഷാദ യോഗമാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഈ വണ്ണിയർ സമുദായത്തിൽപ്പെട്ട കുട്ടിയുടെ അച്ഛൻ, അയാൾ പോയി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആൾക്കാർ ചൂടായി. 1500 ആൾക്കാർ പോയി ഈ ദളിത് കോളനി മുഴുവൻ അടിച്ച് നിരപ്പാക്കി. ഒരു 200 വീടായിട്ട് അടിച്ചു പൊളിച്ച് നിരപ്പായി കത്തിച്ചു. ഇങ്ങനെയാണ് കത്തിച്ചത്. അംബേദ്കറിൻ്റെ ചിത്രം ആ സ്ഥലത്ത് കിടക്കുന്നതാണ്, ആ യുദ്ധക്കളത്തിൽ അനാഥനായ അംബേദ്കർ. 200 വീട് കത്തിച്ചാമ്പലായി. പക്ഷേ ഗോത്രത്തിൻ്റെ അഭിമാനം വീണ്ടെടുക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഇളവരശനും പോയി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയോ കൊലപാതകമോ എന്നറിയില്ല. റെയിൽവേ ട്രാക്കിൽ ബോഡി കണ്ടു. ഇത് നടക്കുന്നത് ഇപ്പോഴാണ്, 2012. ഗോത്രീയത എത്ര സജീവമാണ്! ഓണർ കില്ലിങ്, അഭിമാന കൊലപാതകം എന്നാണ് പറയുന്നത്. അഭിമാനത്തിന് വേണ്ടിയിട്ടാണ്. മർഡർ ഇൻ ദ നെയിം ഓഫ് ഓണർ. ഇത് തന്നെ അന്യഗോത്രങ്ങളെക്കുറിച്ചുള്ള ഭീതിയാൽ സ്വന്തം ജനങ്ങളുടെ സ്വാതന്ത്ര്യം വിലക്കുക. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗോത്രീയ സ്വഭാവം. വിധിവിലക്കുകൾ, ടാബൂസ് എന്നുള്ളതാണ്. ഭരണകൂടങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയാണ് ഈ കാണുന്നത്. ഗോത്രീയ സ്വഭാവം വളരെ ശക്തമായ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തികൾ ഇങ്ങനെയേ പറ്റും. ബാർബിഡ് വയേഴ്സ്, എല്ലാ സമയവും BSF-ഉം. ഇത് ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ അതിർത്തിയാണ്. ഒരു വര വരച്ചാലേ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു അതിർത്തി ഉണ്ട്. സുഖമായിട്ട് കടന്നു പോകാൻ കൂടെ. ഇതേ രാജ്യത്ത് ഗോത്രീയ രാഷ്ട്രീയം നിലനിന്നിരുന്നപ്പോൾ ബെർലിനിൽ ഒരു മതിലുണ്ടായിരുന്നു. 1961 ഓഗസ്റ്റ് 13 ബെർലിൻ്റെ നടുവിൽ ഒരു മതിലുണ്ടാക്കുകയാണ്. ആരുണ്ടാക്കുന്നു? കമ്മ്യൂണിസ്റ്റ് സൈഡിലുള്ള ആൾക്കാർ, ഈസ്റ്റ് ജർമ്മനിയാണ് പണിയുന്നത്. എന്തിന്? ആ ഗോത്രത്തിൽ നിന്ന് ആൾക്കാർ ചാടി അടുത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത്. ഓഗസ്റ്റ് 13 മതിലുണ്ടാക്കി. ആഗസ്റ്റ് 15 ഒരു പട്ടാളക്കാരൻ അവിടുന്ന് മതിൽ ചാടി. ആ മതിൽ ചാടിയാൽ രക്ഷപ്പെട്ടു. അയാൾ പറയുന്നത് 1989 എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അയാൾ പറയുന്നത്. കാരണം 89 ഈ മതിൽ പൊളിഞ്ഞത്. അതുവരെ അയാൾ ജീവിച്ചിരുന്നു, ഈ പട്ടാളക്കാരൻ. അയാൾ ചാടി വെസ്റ്റ് ജർമ്മനിലേക്ക് രക്ഷപ്പെട്ടു. അയാളുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്, ചാടി രക്ഷപ്പെട്ടു. 13-ാം തീയതിയാണ് ഈ മതിൽ പണി തുടങ്ങുന്നത്. 15-ാം തീയതി ഇയാൾ ചാടി രക്ഷപ്പെടുന്നു. 17-ാം തീയതി ചാടാൻ പോയ ആൾ വെടികൊണ്ട് മരിച്ചു. അപ്പോഴേക്കും തീരുമാനമായി, ഇങ്ങനെ ചാടാൻ സമ്മതിക്കില്ല, അയാൾ വെടിവെച്ചുകൊണ്ട് ശവം എടുത്തുകൊണ്ട് പോവാം.
പിന്നെ സമാധാനം 61 മുതൽ 89 വരെ പരിപൂർണ്ണ സമാധാനം, ഗോത്രീയ സമാധാനം. ഇങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള വാച്ച് ടവറുകൾ, കനാലുകൾ, കടങ്ങുകളൊക്കെ വെച്ചിട്ടുള്ള ഗംഭീരമായ മതിലുകൾ. 89 നവംബർ നമ്മൾ നേരത്തെ കണ്ടു. അകലങ്ങളിൽ മതം മത്സരം മഹാരോധം, അനധീനമം ജീവിതച്ഛതൻ പ്രതിരോധം. അതാണ് അവിടെ ഇതിനെതിരെയുള്ള ഒരു പ്രതിരോധം ഉണ്ടാവുകയാണ്, തകർക്കപ്പെടും. ഇന്ന് അത് ആ അവശിഷ്ടങ്ങളിൽ ചില ദിക്കിലുള്ള ഗ്രാഫിറ്റി പെയിൻറ്റിംഗ് ആണ്. ഇതൊരു ഗ്രാഫിറ്റിയാണ്. ഈ മാരകമായ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ പേര്. ആ ഹൊണേക്കറുമായിട്ടുള്ള സൗഭ്രാതൃ ചുംബനത്തിൻ്റെ ഒരു പടം അവിടെ ഒരു ആർട്ടിസ്റ്റ് വരച്ചു വെച്ചിട്ടുണ്ട്, ആ ബെർലിൻ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ. ഇതാണ് ഗോത്രീയതക്കെതിരെയുള്ള അനധീനമം ജീവിതച്ഛതൻ പ്രതിരോധം എന്ന് ഞാൻ പറഞ്ഞു. ഇത് 2 ചിത്രങ്ങളാണ്. ജർമ്മനി പഴയ മതിൽ പോയ ശേഷമുള്ള ഗോത്രീയത 2ാം ഭാഗം. 1 മണിക്കൂർ കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം കേട്ടാൽ പക്ഷേ നല്ല തീരുള്ളൂ, കുറച്ചുകൂടി സമയം. ഗോത്രീയതയുടെ 6 സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്തു. ഗോത്രീയത എന്തുകൊണ്ട് ഇത്ര ആഴത്തിൽ വേരോടിയിരിക്കുന്നതാണ് 2ാം ഭാഗത്ത് നമ്മൾ അന്വേഷിക്കുന്നത്. വൈ ട്രൈബലിസം? 3 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, വി ആർ ട്രൈബൽ ആനിമൽസ്. ഇവല്യൂഷണറലി സ്പീക്കിംഗ്, ഗ്രൂപ്പിഷ്നെസ് ഈസ് ഹാർഡ് വയേർഡ്നെസ്. അതാണ് ഒരു കാര്യം. പരിണാമപരമായി ഗോത്രജീവികളാണ് നമ്മൾ. സംഘജീവിത സ്വഭാവം നമ്മുടെ ജീനുകളിലുണ്ട്. അതാണ് 1ാമത്തെ കാരണം. 2ാമത്തെ കാരണം ട്രൈബൽ ബ്ലിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോത്രീയ സുഖം, അനന്യമായ ഗോത്രീയ സുഖം ഇവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഒരു ഗോത്രീയ സുഖം, ആ കൂടിച്ചേരലിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അതാണ് 2ാമത്തെ കാരണം. 3ാമത്തേത് ചെറുപ്പക്കാരാണ് കാരണം. ചെറുപ്പക്കാരുടെ ചോരത്തിളപ്പ്, അതാണ് 3ാമത്തെ കാരണം. ആദ്യത്തെ കാര്യം പറയാം. ഇറ്റ് ഇസ് എ വേ ദ ബ്രെയിൻസ് ആർ വയേർഡ്. ഗോത്രീയത എന്നത് ഒരു മാനസിക അനുകൂലനമാണ്. മനസ്സ് എന്നാൽ മസ്തിഷ്ക പ്രവർത്തനം എന്നർത്ഥം. ഒരു ഫോർമുലേറ്റാണ് പറഞ്ഞത്. അതായത് ഗോത്രീയത എന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ കുടികൊള്ളുന്നു. മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ഇച്ഛകളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും പ്രതിജ്ഞകളും പ്രമാണം എല്ലാ സംഗതിയും, പ്രതികാരവും മറുപടി കൊടുക്കൽ, ഇതൊക്കെ ബ്രെയിനാണ്. അപ്പോൾ നമ്മളിന്നും ഏർലി ഹ്യൂമൻസ് നീഡ് ടു വർക്ക് ടുഗദർ. ഒന്നിച്ച് നിന്നാലേ അവർക്ക് ഒന്നിച്ച് ജീവിച്ചാലേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ദാറ്റ് ഈസ് വൈ വി ഡെവലപ്ഡ് ഗ്രൂപ്പിഷ്നെസ്. അതാണ് നമ്മൾ ഇന്നും കാണുന്നത്. കമ്പവലിയിലായാലും സെക്കുലർ ഫാമിലി ഫെസ്റ്റിലായാലും ഒക്കെ കാണുന്ന ഗ്രൂപ്പിഷ്നെസ് ഈ അതിപുരാതന കാലത്ത് നമ്മൾ സമ്പാദിച്ചിട്ടുള്ള ഒരു അനുകൂലനമാണ് ഗ്രൂപ്പിഷ്നെസ്. ഹൗ ഏർലി ഈസ് ഏർലി എന്നുള്ളതാണ്. ഏർലി ഹ്യൂമൻസ് നമ്മൾ പറഞ്ഞു, അത് വളരെ 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 ഏർലിയാണ്. 5 കോടി 52 മില്യൺ എന്ന് വെച്ചാൽ 5 കോടിയിലധികം വർഷങ്ങൾ പഴക്കമുണ്ട് നമ്മുടെ സംഘജീവിതത്തിന്. അപ്പോൾ അതായത് നമ്മുടെ പൂർവികർ ഡിനോസാറുകളുടെ കാലത്ത് ഒളിച്ചു പതിഞ്ഞു കിടന്ന ചുണ്ടലികളുടെ പിന്മുറക്കാരാണ് നമ്മൾ. അന്ന് ഇതുവരെ ചുണ്ടലിയെ പോലുള്ള ആൾക്കാരെ ഉള്ളൂ. പിന്നെ അന്ന് ഡിനോസാറുകളാണ് വാണ്ടിരുന്നത്. ഡിനോസാറുകൾ പോയപ്പോൾ സന്ദർഭികമായി ഈ ചുണ്ടലികൾ പോലുള്ള ജീവികൾ പുനങ്ങി വരികയാണ്. അവർ പിന്നീട് ഏതാണ്ട് ഒരു 5 കോടി കൊല്ലത്തിന് മുമ്പ് 2ആയി വിഭജിച്ചു പോകുന്നു. അതിൽ ഒരു താവഴിയുടെ മക്കളാണ് ഇന്നത്തെ പ്രൈമേറ്റ്സ്. ഇത് ഒരു താവഴി വേറെ, ലിമേഴ്സ്, അങ്ങനെ പോകുന്നു. ഈ സ്ഥലത്ത് വെച്ചാണ് 5 കോടി കൊല്ലം മുമ്പേ ഈ രീതിയിൽ സംഘജീവിതം ഉണ്ടായി വരുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മളുണ്ടായിട്ട് 2 ലക്ഷം 4 ലക്ഷം കൊല്ലം ആയിട്ടുള്ളൂ. അതിനു മുമ്പ് 5.5 കോടി കൊല്ലം മുമ്പേ സംഘജീവിതം ആരംഭിച്ചിട്ടുണ്ട്. മനുഷ്യനുണ്ടായിട്ട് 2 ലക്ഷം കൊല്ലമേ ആയിട്ടുള്ളൂ. അത് 4 ആവാം 5 ആവാം ഓട്ടെ. സമൂഹ ജീവിതത്തിന് 5 കോടിയിലധികം വർഷത്തെ ചരിത്രമുണ്ട്. മനുഷ്യ പൂർവികരിൽ തന്നെ ഈ സംഘജീവിത സ്വഭാവം. അതാണ് അവരുടെ നാഭിമൃണാള നളങ്ങൾ അഗാധ നിഗൂഢത ഏതിൻ ചുഴികളിൽ അവഗാഹിച്ചു നുഴഞ്ഞു പടർന്ന് അതിനറ്റത്തൻ ജനിനളിനവും ഉളവായി എന്ന് പറയും. ഇതുപോലെയാണ് ഈ നമ്മുടെ തലച്ചോറുണ്ടായി വന്നിട്ടുള്ളതാണ് കാണുന്നത്. ഇവിടെ ഈ മീനിൻ്റെ പോലെ ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ആദ്യ മാമലുകൾ, അവിടുന്ന് പ്രൈമേറ്റ്സ്, അതിൽ നിന്ന് നമ്മുടെ എയ്പ്സ്, അതിൽ നിന്ന് അങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് വികസിച്ച് വരുന്നത്. ഇങ്ങനെയാണ് ഇത് ട്രൈവൺ ബ്രെയിൻ. 3 ഘടകങ്ങൾ നമ്മുടെ ബ്രെയിനുണ്ട് എന്ന് പറയാം. ഒന്ന് റെപ്റ്റീലിയൻ, ഇവിടെ തന്നെയുള്ളത്, ഈ റെപ്റ്റീലിയൻ ലെവലിൽ തന്നെയുള്ളതാണ് അടിയിൽ. അതിൻ്റെ മുകളിൽ ആദിസസ്തനീയ മസ്തിഷ്കം, അതാണ് ലിംബിക് സിസ്റ്റം. അതിനു മുകളിൽ നിയോമമേലിയ മസ്തിഷ്കം. അപ്പോൾ ഇത് ഹാർഡ് വയേർഡാണ് നമ്മുടെ ഇത്. ഗ്രൂപ്പായി ട്രൈബായി ജീവിക്കാനുള്ളത്. ഇതിൽ ചോദ്യം വരാം, ഗോത്രീയ ദൈവശാസ്ത്രപരമാണെങ്കിൽ നമുക്കതിൽ നിന്ന് മോചനമുണ്ടോ? ഇങ്ങനെ ചോദ്യം വരാം. അതിനാണ് ഡോക്കിൻസിൻ്റെ ഗംഭീരമായ മറുപടി ഉള്ളത്. സെൽഫഡ് ജീനിൽ വളരെ നല്ലൊരു വാചകമാണ്. വി ആർ ബിൽറ്റ് ആസ് ജീൻ മെഷീൻസ് ആൻഡ് കൾച്ചേർഡ് ആസ് മീം മെഷീൻസ്
But we have the power to turn against our creators. We alone on earth can rebel against the tyranny of the selfish replicators എന്ന ഡോക്യുമെൻസ്. ഇത് അതിപ്രധാനമായൊരു വാക്യമാണ്. ഈ ജീവശാസ്ത്രപരമായ ഇതിന് മോചനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വാചകതാണ്. നമുക്ക് കലാപം ചെയ്യാൻ പറ്റും, അത് നമുക്ക് മാത്രമേ കഴിയൂ, നമുക്ക് മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. അത്രയും വികസിതമായ മസ്തിഷ്കം, പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് നമുക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വികസിതമായ നമ്മുടെ മസ്തിഷ്കം ഉപയോഗിച്ച് നമ്മുടെ ജനിതക പ്രവണതകൾക്കെതിരെ നാം നടത്തുന്ന ഒരു പോരാട്ടം കൂടിയാണ് യുക്തിചിന്ത. അതിൽ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെയുള്ള പോരാട്ടവും എല്ലാ അന്യഗോത്ര ഭീതിക്കെതിരെയുള്ള പോരാട്ടവും ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ യുക്തിചിന്ത തന്നെ. നമ്മുടെ ജനിതക പ്രവണതകൾക്കെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടം തന്നെയാണ് യുക്തിചിന്ത. അതുകൊണ്ട് ജനിതകമാണ് ഒരു കാര്യം എന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് ബയോളജി ഈസ് നോട്ട് ഡെസ്റ്റിനി, അതാണ് അതിലൊരു കാര്യം. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ആഴത്തിൽ വേറെയുടെയാണ്. 2, ഗോത്രീയ സുഖം, അനന്യമായ ഗോത്രീയ സുഖം, അമ്മയുടെ മടിയിൽ എന്ന പോലെ സുരക്ഷിതത്വവും സന്തോഷവുമാണ്. അപ്പോൾ ഇത് കാൾ പോപ്പർ പറഞ്ഞിട്ടാണ്, പ്ലേസ് ഓഫ് സെക്യൂരിറ്റി ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദ ട്രൈബ്, സറൗണ്ടഡ് ബൈ എനിമീസ്, നമ്മൾ നേരത്തെ കണ്ടു, ആൻഡ് ബൈ ഡേഞ്ചറസ് ആൻഡ് ഈവൻ ഹോസ്റ്റൈൽ മാജിക്കൽ ഫോഴ്സസ്. ലോകത്തെക്കുറിച്ച് ഒരു ധാരണ നമുക്കില്ല, മാജിക്കൽ ഫോഴ്സസ് നിറഞ്ഞിരിക്കുന്ന ലോകം. ഹി എക്സ്പീരിയൻസസ് ട്രൈബൽ കമ്മ്യൂണിറ്റി ആസ് എ ചൈൽഡ് എക്സ്പീരിയൻസ് ഹിസ് ഫാമിലി ആൻഡ് ഹിസ് ഹോം. അതാണ് ഇൻ വിച്ച് ഹി പ്ലേസ് എ ഡെഫിനറ്റ് പാർട്ട്. നമ്മൾ ഈ ഗോത്രത്തിൽ അംഗമായിരിക്കും, നമുക്കതിൽ തന്നിട്ടുള്ളൊരു ദൗത്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. എ പാർട്ട് ഹി നോസ് വെൽ ആൻഡ് പ്ലേസ് വെൽ, സ്വധർമ്മ നിധന ശ്രേയ, അതിലങ്ങനെ ഇരുന്നേച്ചാൽ മതി. വളരെ സുരക്ഷിതത്വമുണ്ട്. ഈ സുരക്ഷിതത്വം പോകുമ്പോഴാണ് പല പ്രശ്നങ്ങൾ, ആധുനികതയുടെ വ്യഥകളൊക്കെ ഇതിലാണ് വരുന്നത്. വ്യക്തിപരമായ ഉത്തരവാദിത്വം വരുമ്പോഴാണ് വ്യഥ. എത്ര വിചിത്രം ഉദാരം മാനവൈരോത്തു തിമർക്കും ഒരു ഉല്ലാസം എന്ന് വൈരോപ്പള്ളി പറയും. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ ഒത്തിരിക്കുക, ഗ്രൂപ്പായി നിൽക്കുക എന്നുള്ളതിന് അപ്പുറം ഒരു സുഖമില്ല. ഇത് കേദാമോദരൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം വൈരുദ്ധ്യാത്മക ബോധ്യവാദം വിവരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ദിക്കിൽ പറഞ്ഞ ഉദാഹരണമാണിത്. ഒരു വമ്പിച്ച ഘോഷയാത്ര കാണുമ്പോൾ, അത് ഈ അളവിൽ നിന്ന് ഗുണത്തിലേക്ക് എന്നുള്ളതിനെ വിവരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗം നോക്കാം നമുക്ക്. ആ വമ്പിച്ച ഘോഷയാത്ര അതിൽ പങ്കെടുക്കുന്നവരുടെ മാത്രമല്ല കാണികളുടെയും ഹൃദയങ്ങളിൽ അഭൂതപൂർവമായ ചില ചലനങ്ങൾ ഉണ്ടാക്കാതിരിക്കില്ല എന്നാണ് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുക, വലിയ മേളകളിൽ പങ്കെടുക്കുക, ഇത് നൽകുന്ന ഗോത്രീയ സുഖം ഒരു കല്യാണത്തിന് വരുന്ന പോലെയാണ് ഞാൻ സ്വാതന്ത്ര്യലോകത്തിന് വരുന്നത്. അങ്ങനെ പറഞ്ഞു. അതാണ് ആ ഗോത്രീയ സുഖമാണ്. തെറ്റില്ല അതിൽ. അതങ്ങനെ ആവണം എന്ന് ഞാൻ പറയുന്നത്. അത് ഞാൻ അവസാനം പറയാൻ പറ്റിയ കാര്യം, അതായത് എങ്ങനെയാണോ യുദ്ധത്വരയെ ഫുട്ബോൾ കളത്തിലേക്ക് മെരുക്കുന്നത്, അതുപോലെ ഗോത്രീയത്വരയെ ഇതുപോലുള്ള മീറ്റിങ്ങുകളിലേക്ക് നമുക്ക് മെരുക്കിയെടുക്കാം. അപ്പോൾ ഈ വമ്പിച്ച ഘോഷയാത്ര, ഈ ഘോഷയാത്ര തൊഴിലാളി വർഗത്തിൻ്റെ ഘോഷയാത്ര ആയിക്കൊള്ളണമെന്നില്ല. എല്ലാ ഘോഷയാത്രക്കും ഇതേ സ്വഭാവമുണ്ട്. ഇവർക്കൊക്കെ ഒത്തുതിമർക്കും ഒരു ഉല്ലാസം തന്നെയാണ് അവരുടെ മുഖങ്ങളൊക്കെ കാണുന്നത്. അത് പറയുന്നത് മതത്തിൻ്റെ ഭാഷയായിരിക്കും, പക്ഷെ അവർ അനുഭവിക്കുന്ന സുഖം അനന്യമായ ഗോത്രീയ സുഖം തന്നെയാണ്. ഇത് തന്നെയാണ് ശബരിമലയിലും ആൾക്കാർ. ആ സമയമാകുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എല്ലാവരും കൂടെയാണ് പോകാൻ. അതിൻ്റെ ഒരു സന്തോഷം. യുക്തിവാദി എന്ന് പറയില്ല, അങ്ങനെ ഉണ്ടല്ലോ, അഗ്നോസ്റ്റിക് എന്ന് പറയില്ല, അങ്ങനെയൊക്കെയുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്, എന്ത് സുഖാന്നറിയോ, ഒന്നുമില്ല, അങ്ങോട്ട് ഇറങ്ങുക. മൂപ്പര് ഡോക്ടറാണ്, ഒരു 100,000 ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ്. ഉറങ്ങാൻ നേരമില്ല അദ്ദേഹത്തിന്. ഈ സമയമാകുമ്പോൾ മൂപ്പര് ഒരു മുണ്ട് കൊടുത്ത് ഒരൊറ്റ ഇറക്കാണ്, നടന്നിട്ടൊക്കെ പോവുക. നടന്നിട്ട് ബസ് കേട്ടു, ഭയങ്കര സുഖം. ആ പോയി അതിലൊന്ന് പെരങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഖം. വലിയ വിശ്വാസമൊന്നുമില്ല മൂപ്പര്, ഞാൻ അമ്പലത്തിൽ നിന്നല്ല പോകുന്നത്, പക്ഷെ ഭയങ്കര സുഖമാണ്. അപ്പം ഇതാണ് അനന്യമായ ഗോത്രീയ സുഖം. ഹജ്ജിനായാലും ആ സുഖത്തിനാണ്. എത്ര തവണ പോകുന്നത് ആൾക്കാർ പൈസ മുടക്കി പിന്നെയും പോയിക്കൊണ്ടിരിക്കും. ഇതേ സംഭവമാണ്, ഇതേ ഗോത്രീയ സുഖം തന്നെയാണ് ഈ ഇതിലും. അടിക്കുഞ്ഞങ്ങൾ പൊളിക്കുഞ്ഞങ്ങൾ, ഇതും അതേ ഗോത്രീയതയാണ്. ഈ ആക്രമണത്വരയും ഇതേ സംഘം ചേരലിൻ്റെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ എങ്ങനെയാണോ ഒരു അന്യഗോത്രത്തെ അടിക്കുഞ്ഞങ്ങൾ പൊളിക്കുഞ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ഇന്ന് റോട്ടിൽ ചെയ്യുന്നത്. എല്ലാവരും ഗോത്രീയത തന്നെയാണ് കാണിക്കുന്നത്. ഇതന്നെയാണ് കർസേവകന്മാർ സംഘമായി പോയി ആടെ അർമാദിക്കുകയാണ്. എന്തൊരു ആഹ്ലാദത്തിലാന്ന് നോക്കും. അടിച്ച് പൊളിക്കുകയാണ്. അടിക്കുഞ്ഞങ്ങൾ പൊളിക്കുഞ്ഞങ്ങൾ, കുംഭഗോപുരം തകർത്ത്, അപമാനത്തിൻ്റെ കുംഭഗോപുരം, അപമാനത്തിൻ്റെ വാക്കുകളാണ്, അപമാനത്തിൻ്റെ കുംഭഗോപുരം തകർന്നു. ഗോത്രീയത. കൂട്ടായി കൊല്ലുന്നതിലും ഇതേ ഗോത്രീയ സുഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കൂട്ടായി ഇരിക്കുന്നതിലും മാത്രമല്ല, അപ്പോൾ ഈ കൂട്ടായി കൊല്ലുന്നതിലും ഐ കാൺ ടെൽ യു വാട്ട് എ ഗുഡ് ടൈം ഇറ്റ് വാസ്. ആ കൂട്ടായി ചെല്ലുന്നതിൻ്റെ കൊല്ലുന്നതാണ് അതും സന്തോഷം. മൂന്നാമത്തേത് ചെറുപ്പക്കാരാണ്. ഈ അയുക്തികതയും വൈകാരികതയും കൂടുകളാണിവർ. ചെറുപ്പക്കാരെ
ഞങ്ങൾ കുറ്റം പറയല്ലോ കേട്ടോ, ഞാനും ചെറുപ്പക്കാരനായിരുന്നു ഒരു കാലത്ത്. സോണ്ടേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഭഗത് സിംഗിന് പ്രായം 21 വയസ്സായിരുന്നു. അതാരും ഓർക്കുന്നുണ്ട്? 21 വയസ്സ് നമുക്ക് ഓർമ്മയുണ്ടോ? ഞാനൊക്കെ 21 വയസ്സിൽ എന്തായിരുന്നു എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. 23 വയസ്സിൽ അദ്ദേഹം തൂക്കിലേറിക്കഴിഞ്ഞു, നമ്മുടെ രക്തസാക്ഷിയാണ്. അദ്ദേഹം അത് കാണുന്നില്ല. ഞാൻ നേരത്തെ എടുത്ത നോട്ടീസാണിത്. അത് ചാലഞ്ച് ടു യങ് മെൻ എന്നാണ് കാണുന്നത്. യങ് മെൻ എന്താണ്? ഈ ലാലാ ലജ്പത് റായിയെ മർദ്ദിച്ചത് ഇന്ത്യയിലെ ചെറുപ്പക്കാരായ ആണുങ്ങളോടുള്ള വെല്ലുവിളി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ കാണുന്നത്. 21 വയസ്സിൻ്റെ കാഴ്ചയാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഉരക മസ്തിഷ്കം, ആദ്യ സസ്തനീയ മസ്തിഷ്കം, അത് ലിംബിക് വ്യൂഹം, സസ്തനീയ മസ്തിഷ്കം എന്ന് 3 ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ വീണ്ടും കാണിച്ച സ്ലൈഡ്. ഈ അന്തരംഗം അഭിമാനപൂരിതമാകുന്നതും ഈ രീതിയിലുള്ള ഗോത്രീയ വാക്കുകൾ വരുന്നതൊക്കെ ഈ ലിംബിക് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്, വികാരപരമായി സമീപിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് പിന്നീട് വികസിച്ച് വന്ന പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് പോലുള്ള ആധുനിക മസ്തിഷ്കം വേണം. അതിൻ്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്. ഈ സാധനം കുട്ടികൾക്ക് വളർന്നിട്ടില്ല. അതാണ് പ്രശ്നം, ഒരു പ്രശ്നം. അഡോളസൻസിൻ്റെ ബ്രെയിൻസ് ആർ സ്റ്റിൽ ഡെവലപ്പിംഗ്. അതിന്നും വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് MRI സ്കാനുകളാണ്. MRI സ്കാനുകളിൽ നമുക്ക് MRI സ്കാൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഇതാണ് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്. ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ടീനേജർ 21 വയസ്സിലൊക്കെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ദീർഘമാണ് നമ്മുടെ വളർച്ച, മസ്തിഷ്കത്തിൻ്റെ വളർച്ച. വളരെ കോംപ്ലക്സായ ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ വളർച്ച പൂർത്തിയാവാൻ 20 വർഷം പോരാ. അതിൻ്റെ ഈ തലച്ചോറ് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന ഇതിനൊക്കെ നമ്മുടെ ഗോത്രീയതയെ നിയന്ത്രിക്കേണ്ട ഈ ഘടകമൊക്കെ വളർന്നു വരണമെങ്കിൽ 25 വയസ്സെങ്കിലും ആവണം. അതായത് നിങ്ങൾക്ക് ഇത് അമേരിക്കൻ കണക്കുകളാണ്. ഒരു 16 വയസ്സിൽ നിങ്ങൾക്ക് അവിടെ ഡ്രൈവ് ചെയ്യാം, അപ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളർന്നിട്ടില്ല. 18 വയസ്സിൽ വോട്ട് ചെയ്യാം, അപ്പോഴും നിങ്ങളുടെ തലച്ചോറ് പൂർണ്ണ വളർച്ചയെത്തിയില്ല. 21 വയസ്സിൽ മദ്യപിക്കാം, അപ്പോഴും നിങ്ങളുടെ തലച്ചോറ് പൂർണ്ണ വളർച്ചയെത്തിയില്ല. ദ റെൻ്റൽ കാർ കമ്പനീസ് ഹാവ് ഗോട്ട് ഇറ്റ് റൈറ്റ് എന്നാണ്. അവർ 25 കൊടുക്കും. 25 വയസ്സിലായുള്ളൂ കാറ് റെൻറ്റിന് കൊടുക്കുള്ളൂ. അപ്പം മാത്രമേ നിങ്ങളെ തലച്ചോറിൻ്റെ പൂർണ്ണ വളർച്ചയെത്തുന്നതാണ്. ഈ രീതിയിലുള്ള വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള പ്രീഫ്രോണ്ടൽ മസ്തിഷ്കം വികസിച്ചു വരണമെങ്കിൽ 25 വയസ്സാവണം. അതുകൊണ്ടാണ് ഈ ടീൻ കുട്ടികളൊക്കെ അവരുടെ അമിഗ്ഡലയാണ് ഉപയോഗിക്കുക. അമിഗ്ഡല എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് കൂടുതൽ ഉപയോഗിക്കുക അവർ. അതേസമയം മുതിർന്ന ആൾക്കാർ അവരുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് ഉപയോഗിക്കുക. വ്യത്യാസമുണ്ട്. അതാണ് 3ാമത്തെ കാരണം. ഗോത്രീയത എന്തുകൊണ്ട് ആഴത്തിൽ വേരോടിയിരിക്കുന്നു, എന്തുകൊണ്ട് ഭഗത് സിംഗുകളും ചുണക്കുട്ടികളും ഒക്കെ ഉണ്ടാവുന്നു. ഒക്കെ ആണുങ്ങളാണ്, മിക്കവാറും ആണുങ്ങളാണ്, ഒക്കെ ആ പ്രായത്തിലുള്ള ആൾക്കാരാണ് അധികവും. ഇത് മാത്രമല്ല, 25 വയസ്സ് കഴിഞ്ഞാൽ ആരും തീവ്രവാദി ആവില്ല എന്നല്ല കേട്ടോ പറയുന്നത്, പൊതുവായിട്ട് പറയുന്നതാണ്. എ ടീനേജർ ഈസ് എ വാക്കിംഗ് ടോക്കിംഗ് ഇമ്പൾസ് മെഷീൻ. The apparatus for impulse control is not fully formed until we reach our mid-20s. The voice of age is most certainly the voice of reason. അതുകൊണ്ട് ഞാൻ പറയണതൊക്കെ കേട്ടോളിന്ന് കേട്ടോ. എനിക്ക് 50 വയസ്സാണ്. ഈ ചെറു ബാല്യക്കാരുടെ ഗോത്രീയ പ്രവണതകൾ ഇതാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ പോയി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കില്ല. അതൊക്കെ ചെറുപ്പക്കാരുടെ കളികളാണ്. എന്നും തോൽക്കാൻ നീയും നിൻ്റെ പിള്ളേരുമുണ്ടപ്പോൾ ജയം എനിക്കും എൻ്റെ പിള്ളേർക്കും. നീയും നിൻ്റെ പിള്ളേരും ഞാനും എൻ്റെ പിള്ളേരും. ഒരു ഫാൻസ് ക്ലബ്ബ്, വേറൊരു ഫാൻസ് ക്ലബ്ബ്. അവിടെ അവരുടെ സ്റ്റാറിൻ്റെ ഇറങ്ങുമ്പോൾ പായസം വെച്ച് വിതരണം. ഗോത്രീയ പ്രവണതയാണ് ഇതൊക്കെ. ക്യാമ്പസ് വയലൻസ്, ഇത് നമ്മുടെ സുഹൃത്ത് അടുത്ത് പോസ്റ്റിട്ടാണ്. 80കളുടെ അവസാനം തൃശ്ശൂരിൽ നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അതേവിടെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല, കലാപ്രതിഭയായി എന്ന സന്തോഷത്തേക്കാൾ കൺമുന്നിൽ ചോരയിൽ കുതിർന്ന് കിടന്ന ഞങ്ങളൊക്കെ ആ കാലത്ത് വന്നിട്ടുള്ള ആൾക്കാർ, ക്യാമ്പസ് പൊളിറ്റിക്സ് ഇങ്ങനെ തന്നെ കണ്ടിട്ടുള്ള കിടന്ന കൊച്ചനി എന്ന ഒരു വിദ്യാർത്ഥിയുടെ ചേതനയേറ്റ ശരീരവും കുറേ അട്ടഹാസങ്ങളും പുറവിളിയിൽ നിന്ന് നടുക്കമാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ. അന്ന് ഉറപ്പിച്ചു രാഷ്ട്രീയം വേണ്ടാന്ന്, നെറിയേട്ട രാഷ്ട്രീയം വേണ്ടാന്ന്. അത് ഇരിക്കട്ടെ. വേറൊരു സംഭവം, കോളേജിൻ്റെ മുന്നിൽ പുതിയ പുല്ലാങ്കുഴൽ, ഒരു പാട്ടുകാരനാണ് അദ്ദേഹം, പുല്ലാങ്കുഴൽ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ബൈക്കിൽ വന്ന ഒരു ആചാനബാഹു ആള് മാറി പള്ളക്ക് വാൾകയറ്റാൻ പൊക്കി നിർത്തിയ നിമിഷം ഓർക്കാൻ പോലും വയ്യ. ആ സമയത്ത് അവനല്ലടാ എന്ന് അലറിയവൻ ഒരു വിദ്യാർത്ഥി നേതാവാണ് എനിക്ക് ഉയർഭിക്ഷ തന്നത്. അവിടെ അവനല്ലടാ എന്ന് പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഭഗത് സിംഗ് സോണ്ടേഴ്സിനെ വെടിവെച്ച് വന്നത്. അല്ലെങ്കിൽ ആളല്ല കൊല്ലണ്ട് വേറൊരാളേന്ന്. ഇയാൾ രക്തസാക്ഷിയായി പോയെന്ന് മനസ്സിലായില്ലേ. ഈ എഴുതിയ ഈ പാവം പാട്ടുകാരൻ, ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്ന പാട്ടുകാരനെ ടി വിയിലോ കാണാം. അദ്ദേഹം രക്തസാക്ഷിയായിട്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ കാണേണ്ടി വന്നേനെ നമ്മൾ. അദ്ദേഹത്തിനെ പാട്ടുകാരനായി കാണുന്നത് എന്തുകൊണ്ടാണ്? അവനല്ലടാ എന്ന് വേറെ ആൾ പറഞ്ഞോണ്ടെന്നർത്ഥം. ഇത്രയാണ് ഗോത്രീയതയുടെ ഒരു സ്വഭാവം. 3ാമത്തെയും അവസാനത്തെയും ഭാഗം ഒരു 5-10 മിനിറ്റ് വേണ്ടി വരും. 5 മിനിറ്റ്. ഇവിടുന്ന് എങ്ങോട്ട് പോവാം? ഗോത്രീയതയിൽ നിന്ന് ഞാനിപ്പോൾ 1.25 മണിക്കൂർ എടുത്തു, ഒരു 5 മിനിറ്റ് വേണ്ടി തീർക്കാം. 10 മിനിറ്റ്. മൂവിങ് ഫോർവേഡ്, ഗോത്രീയതയിൽ നിന്ന് മുന്നോട്ട് എങ്ങനെ പോവാം? ഇത് പോപ്പർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. Transition from the closed to open society can be described as one of the deepest revolutions
ത്രൂ വിച്ച് മാൻകൈൻഡ് ഹാസ് പാസ്ഡ്. ഒരു താക്കോൽ വാചകമാണ്. ഗോത്രീയ സമൂഹത്തിൽ നിന്ന് തുറന്ന സമൂഹത്തിലേക്കുള്ള മാറ്റം മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും ആഴമേറിയ വിപ്ലവങ്ങളിൽ ഒന്നാണ്. ഈ വിപ്ലവത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അതാണ് നമുക്ക് വരേണ്ട ബോധം. ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയെ, ഒരു ഗോത്രീയ സമൂഹത്തെ എങ്ങനെ തുറന്ന സമൂഹമാക്കി മാറ്റാം എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ലോസ് സൊസൈറ്റിയിലെ ഒരു ട്രൈബൽ സൊസൈറ്റിയിൽ ട്രൈബ് ഈസ് എവറിത്തിങ്, ഇൻഡിവിജ്വൽ ഈസ് നത്തിങ്. ഗോത്ര നിയമങ്ങളും ഗോത്ര നിരോധങ്ങളും കണ്ണും പൂട്ടി അനുസരിക്കുന്ന സ്വന്തമായ കർത്തൃത്വമില്ല, നോ ഏജൻസി. അവന് സ്വന്തമായി ഒന്നും ചെയ്യാനില്ല, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഗോത്രത്തിന് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറാവുന്നവനാണ്. അതാണ് ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള വ്യക്തി. ഓപ്പൺ സൊസൈറ്റിയിൽ വ്യക്തികൾക്ക് തീരുമാനമെടുക്കും. ഓപ്പൺ സൊസൈറ്റി ഇൻഡിവിജ്വൽസ് ആർ കൺഫ്രോണ്ടഡ് വിത്ത് പേഴ്സണൽ ഡെസിഷൻസ്. അവർ ഈ നിരോധങ്ങളെ, ദേ ആർ ക്രിട്ടിക്കൽ ഓഫ് ടാബൂസ്, ദേ ബേസ് ദർ ഡിസിഷൻ ഓൺ ദ അതോറിറ്റി ഓഫ് ദർ ഓൺ ഇൻ്റലിജൻസ്. അവരുടെ തന്നെ യുക്തിബോധത്തിൻ്റെയും അവരുടെ തന്നെ ബുദ്ധിയുടെയും അവരുടെ നിരീക്ഷണത്തിൻ്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് സാപ്പരയോടെ സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക. നമ്മുടെ മാസികത്തിന് അതാണ് എഴുതിയിട്ടുള്ളത്. സ്വന്തമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള മാസികയാണ്. അപ്പോൾ എന്താണ് ഇതിനുള്ള വഴി? എങ്ങനെയാണ് ഇതിനെ ഓപ്പൺ സൊസൈറ്റി ആക്കി മാറ്റുക? ഒറ്റ വാക്കേ ഉള്ളൂ, ജ്ഞാനോദയം. ഞാൻ എല്ലാവർക്കും പറഞ്ഞ സാധനം ജ്ഞാനോദയം. ഒറ്റ വാക്കിങ്. ജനങ്ങളുടെ ചിന്താ രീതി മാറണം. അങ്ങനെ മാത്രമേ ട്രൈബൽ സൊസൈറ്റിയിൽ നിന്ന് ക്ലോസ് സൊസൈറ്റിയിൽ നമ്മൾ ഓപ്പൺ സൊസൈറ്റിയിലേക്ക് പോകും. ചിന്താരീതിയുടെ നവീകരണമാണ് യുക്തിയുഗത്തിൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ ആദ്യത്തെ മാസിക ആദ്യ ലക്കത്തിൻ്റെ മുഖപ്രസംഗത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒരു ഗോത്രത്തിൻ്റെ സംഘത്തിൻ്റെ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വന്തം ബോധ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കാനാവുക എന്നതാണ് ശൈശവാവസ്ഥയുടെ പ്രകൃതം. മനുഷ്യൻ സ്വയം വരിച്ച ശൈശവാവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനോദയം. ഇതൊക്കെ ഓരോ തരത്തെ താക്കോൽ വാക്യങ്ങൾ ഓരോ തലം ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ സ്വയം വരിച്ച ശൈശവാവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനോദയം. ഇതേ തലച്ചോറ് തന്നെയാണ്. നമ്മുടെ അത്രയും തലച്ചോറും ബുദ്ധിശക്തിയുള്ളവർ തന്നെയാണ് ഗോത്രീയന്തകർ. പക്ഷെ അവർ സ്വയം വരിച്ച ഒരു ശൈശവാവസ്ഥയുണ്ട്. ആ ശൈശവാവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് എൻലൈറ്റൻമെന്റ്. ഇതാണ് സാപ്പരേ ഓടെ, ഡെയർ ടു നോ, സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക. ഇതാണ് ജ്ഞാനോദയത്തിൻ്റെ മുദ്രാവാക്യം. ആപ്തരോ വേദമോ കീഴ്നടപ്പോ മാത്രം പ്രമാണമായിടാക്കാലം. യുക്തി ഈ നാടിനെ വാഴും കാലം. മർത്യർ സ്വതന്ത്രരായിത്തീരും കാലം. ഒന്നും ആരും സ്വയം ശോധിക്കാതെ, സ്വന്തമായി ചിന്തിക്കാതെ കണ്ണുമടച്ച് ഗ്രഹിയാക്കാലം. ബുദ്ധിയാൽ ഇന്ദ്രിയ വസ്തുതകൾ വെച്ച് നോക്കിയിടിൽ താൻ ദർശനങ്ങൾ സിദ്ധമായി ഇടുന്നത് എന്ന സത്യം മർത്യരെല്ലാവരും ഓരും കാലം. ഇതാണ് ഓപ്പൺ സൊസൈറ്റി. സ്വന്തമായി നിരീക്ഷിക്കുകയും സ്വന്തമായി ചിന്തിക്കുകയും ചെയ്ത് തീരുമാനങ്ങളിലെത്തുന്ന, അതാണ് ജ്ഞാനത്തിനുള്ള വഴി എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് ഓപ്പൺ സൊസൈറ്റി ഉണ്ടാകുന്നത്. ആധുനിക മസ്തിഷ്കം ശൈശവത്തിൽ നിന്നുള്ള മോചനം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു. അതേ മെറ്റഫർ കൂടി ഉപയോഗിക്കാം. നമ്മുടെ ശൈശവാവസ്ഥയിലുള്ള മോചനം എന്ന് പറഞ്ഞാൽ ശൈശവാനന്തരം 25 വയസ്സിന് ശേഷം നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഉണ്ടല്ലോ, അതിനെ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. നിങ്ങളുടെ ആധുനിക മസ്തിഷ്കം ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രാക്തന സസ്തനീയ മസ്തിഷ്കം മാത്രം ഉപയോഗിക്കുന്ന ഗോത്രജീവികളാവാതിരിക്കുക. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. ഫ്രം ട്രൈബലിസം ടു ഹ്യൂമാനിറ്റേറിയനിസം. പക്ഷപാതരഹിതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ദയ, ഔദാര്യം, ആർദ്രത എന്നിവയെ ആസ്പദമാക്കുന്ന ഒരു നൈതികതയുടെ കാഴ്ചപ്പാടിൽ കാണുന്നതാണ് മാനവികത. ഹ്യൂമാനിറ്റേറിയനിസം ഇസ് എൻ എത്തിക് ഓഫ് കൈൻഡ്നെസ്, ബെനവലൻസ് ആൻഡ് സിമ്പതി എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സലി ആൻഡ് ഇംപാർഷ്യലി. അവനവൻ്റെ ഗോത്രത്തിലുള്ള മാർക്ക് ചെയ്ത ആൾക്കാരെ മാത്രം രക്ഷിക്കുക, മറ്റവനെ കൊന്നുകളയാനുള്ളതല്ല. യൂണിവേഴ്സലി ആൻഡ് ഇംപാർഷ്യലി ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ്. അവർക്ക് ദയയില്ലായിട്ടല്ല, അവർക്ക് ദയയും കൈൻഡ്നെസ്സും ബെനവലൻസും ഒക്കെ ഉണ്ട്. പക്ഷെ അത് അവനവൻ്റെ ഗോത്രത്തിന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ആളുടെ മാത്രമേ ഉള്ളൂ. അതിന് പകരം ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ഈ ഔദാര്യവും ആർദ്രതയും ദയവും കാണിക്കുന്നവരാണ് ഹ്യൂമാനിറ്റേറിയൻസ്. നമ്മുടെ സർക്കിൾ വലുതാക്കണം. നമ്മുടെ ഗോത്രത്തിൻ്റെ സർക്കിൾ വലുതായി വലിയ വിശ്വമാനവ ഗോത്രത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ഹ്യൂമാനിറ്റേറിയൻസ്. ഇന്നലെ ഇവിടെ നമ്മൾ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം കാണിച്ചപ്പോൾ എൻ്റെ അടുത്തുനിന്ന സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ട് ഈ നമ്പൂരി സ്ത്രീകളുടെ മാത്രം ഇത് വരുന്നു? എന്തുകൊണ്ട് ദളിത് സ്ത്രീകൾ അവർക്കും അവരുടെ പീഡനങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് വരുന്നില്ല? ഞാൻ പറയുന്നത് ഇതിൽ ചെറിയൊരു നോട്ടത്തിലൊരു വ്യത്യാസമുണ്ട്. നരകം എവിടെയായിരുന്നാലും, മഹാനരകം എന്നത് മറക്കുടൊക്കെ പിന്നിലായാലും വേറെ എവിടെയായിരുന്നാലും അത് മഹാനരകം തന്നെയാണ്. അല്ലാണ്ട് നമ്പൂരി സ്ത്രീയുടെ പീഡനത്തിന് വിലയില്ലാന്നോ, വില കൂടുതലുണ്ടെന്നോ, ദളിത് സ്ത്രീയുടെ പീഡനത്തിന് കൂടുതലുണ്ടെന്നോ കൂടുതലില്ലാന്നോ പറയുന്നത് അല്ല ഹ്യൂമാനിറ്റേറിയൻ കാഴ്ചപ്പാട്. അതാണ് ചില തിരിച്ചറിവുകൾ, അതാണ് പറയാനുള്ളത്. ഏതാനും ചില തിരിച്ചറിവുകൾ ഇത്രയും നമ്മൾ പറഞ്ഞിരുന്നു. കൺക്ലൂഡ് ചെയ്യാം. തിരിച്ചറിവ് 1, ഗോത്രീയതയാണ് പ്രശ്നം എന്ന് തിരിച്ചറിയുക.
ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ആൾക്കാർ നമ്മുടെ ഗോത്രീയതയെക്കുറിച്ച്, നമ്മുടെ ഇടയിലുള്ള ഗോത്രീയതയെക്കുറിച്ച്, നമ്മുടെ സ്വന്തം ഗോത്രീയതയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. മാവോ ഭക്തി സായിബാബ ഭക്തിയാവുന്നത് റാഡിക്കലായ ഒരു മാറ്റമല്ല, ചിന്താരീതിയുള്ള മാറ്റമല്ല. ഇത് ഗോത്രീയ അനുഭൂതി തേടിയിട്ടുള്ളൊരു യാത്ര മാത്രമാണ്. ഗോത്രീയ അനുഭൂതി എവിടെ കിട്ടുന്നു എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് വാസ്തവത്തിൽ. ആ ഒത്തുതിമർക്കും ഒരു ഉല്ലാസം, ഗോത്രീയ അനുഭൂതി. അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാറ്റി ഇതൊക്കെ ഒരു നേതാവിനെ ഏൽപ്പിക്കുക, ഇതൊക്കെ ഒരു സമൂഹത്തിനെ ഏൽപ്പിക്കുക, ഇതൊക്കെ ഒരു സംഘത്തിനെ ഏൽപ്പിക്കുക, അതിനുള്ള അന്വേഷണം. അത് സായിബാബ ആയാലും ശരി, മാവോ ആയാലും ശരി. മാവോ ഭക്തി മാറി മാവോ പോയി കഴിയും സായിബാബ എടുത്ത് പോകുന്നുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. അദ്ദേഹം നേരത്തെ തന്നെ എപ്പോഴും ചെയ്യുന്നത്, ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ തിരിച്ചറിവ്, ഇരവാദം ഒരു ഗോത്രീയ ചിന്താബാധയാണ്. ലോകം മുഴുവൻ തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നൊരു മിഥ്യാധാരണയാണ്. സാമ്രാജ്യത്വ ഗൂഢാലോചന, സയനിസ്റ്റ് ഗൂഢാലോചന, ജൂതന്മാരുടെ ഗൂഢാലോചന, ബിൽഗേറ്റ്സിന്റെ ഗൂഢാലോചന, വാക്സിൻ തന്നിട്ട് ബിൽഗേറ്റ്സ് ഗൂഢാലോചന, WHO ഗൂഢാലോചന. ഇത്തവണത്തെ മാതൃമേച്ച പേര് വന്നിട്ടാണ് WHO ഗൂഢാലോചന നടത്തുന്നത് ഇവിടുത്തെ ആൾക്കാർക്കെതിരെ, CIA ഗൂഢാലോചന. ഈ രീതിയിൽ ഗൂഢാലോചന നടത്തുന്ന ഗോത്രങ്ങളാൽ സംവൃതമായി ഇരിക്കുന്ന ഒരു ഗോത്രത്തിലാണ് ഞാനുള്ളത്. ഇതൊരു പഴയ ഗോത്രീയ ചിന്തയാണ്. ഇത് വേറെ തിരിച്ചറിവ്, രണ്ടാം തിരിച്ചറിവാണ്. ഇരവാദം ഒരു ഗോത്രീയ ചിന്തയാണ്. നമ്മൾ എന്താ ചെയ്യുക? ഇതൊക്കെ അമേരിക്കക്കാരുടെ സാമ്രാജ്യത്വ ഗൂഢാലോചനകളാണ്. വാസു രാഷ്ട്രീയം പറഞ്ഞു. ഈ മണ്ടരീനെയൊക്കെ മൂന്നാം ലോകത്തിന്റെ കഞ്ഞുകൂടി മുട്ടിക്കാൻ പരീക്ഷണശാലകളിൽ നിന്ന് ഇറക്കിവിടുന്നതാണ്. തെങ്ങുകയറ്റക്കാരൻ പറയാണ്, മണ്ടരീനെ ഇറക്കിവിട്ടത് നമ്മുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ, മൂന്നാം ലോകത്തിന്റെ കഞ്ഞുകൂടി മുട്ടിക്കാൻ മണ്ടരീനെ ഇറക്കിവിട്ടിരിക്കുകയാണ്. അങ്ങനെയാണോ? അമേരിക്കക്കാരിലെ ജാതികള് ഇതും ഇതിലപ്പുറവും ചെയ്യും. എന്ത് മണ്ടരി ഇറക്കിവിട്ട് എന്താ കാര്യം? വേപ്പണ്ണിയും വെളുത്തുള്ളിയും കിട്ടാനിടത്തോളം കാലം ഇതൊന്നും ഇവിടെ വിലപ്പോവില്ലാന്ന് നമ്മുടെ ഗോത്രീയ നമ്മുടെ ഗോത്രം ഇതൊക്കെ നേരിടാനും പറ്റും. അപ്പൊ അതാണ് എല്ലാ കോൺസ്പിറസി തിയറികളാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഇതുപോലുള്ള കോൺസ്പിറസി തിയറിസ്റ്റുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, നമ്മൾ അറിയണം. കാരണം നമ്മൾ ഇത് ഞാൻ പറയില്ല, നമ്മുടെ പരിണാമം തന്നിട്ടുള്ള ജനിതക പ്രവണതകളാണ് ഇതൊക്കെ. ഈ ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിസീസ് ഏജൻ്റൊക്കെ ഇതാണ് വാക്സിനെതിരെ വരുന്നത്. ഈ പാറ്റേണുകൾ, നമ്മൾ കാണുന്ന ഈ പാറ്റേണിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാൻ നമുക്ക് ശാസ്ത്രത്തിൻ്റെ വഴി മാത്രമേ ഉള്ളൂ. തിരിച്ചറിവ് മൂന്നാമത്തേത്, വ്യക്തിയാണ് പ്രധാനം, കുലമല്ല, വ്യക്തിയാണ് പ്രധാനം. ഇൻഡിവിജ്വലിസം, ഇക്വാലിറ്റേറിയനിസം, ഫെയ്ത്ത് ഇൻ റീസൺ, ലവ് ഓഫ് ഫ്രീഡം. ഇതാണ് ഓപ്പൺ സൊസൈറ്റിയുടെ ഹോൾമാർക്സ്. ഇൻഡിവിജ്വലിസം, ഇക്വാലിറ്റേറിയനിസം, ഫെയ്ത്ത് ഇൻ റീസൺ, ലവ് ഓഫ് ഫ്രീഡം. ഈ മുർത്താദുകളും ഷഹീദുകളും രക്തസാക്ഷികളും കുലംകുത്തികളുമൊക്കെ ഈ ദുർമന്ത്രവാദിനികൾ, ജിന്നുകൾ എന്നിവയെ പോലെ പഴം കളകാവുന്ന കാലം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംഘടനകൾ ഉണ്ടാവുന്നത് ഗോത്രീയതയിലേക്കുള്ള വഴി ആവരുത്. സംഘടനയിൽ ഹരം കൊള്ളുന്നവരല്ല നാളെയുടെ വഴികാട്ടികൾ. സംഘടന ഒരു ഉപകരണം മാത്രം. സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യം കാട്ടുന്നവരാണ് വഴികാട്ടികൾ. സംഘടനയുടെ ശക്തിയും സംഘടന നൽകുന്ന സംഘാനുഭൂതിയും അല്ല മാനവികതയിൽ അധിഷ്ഠിതമായ തുറന്ന സമൂഹത്തിൻ്റെ ചാലകശക്തി. തിരിച്ചറിവ് 4, സത്വവാദം ഒരു ഗോത്രീയ ചിന്തയാണ്. സ്വത്വവാദം എന്താണെന്ന് നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. ഇതാണ് എൻ്റെ കാരണം. എൻ്റെ ശരിയായ സത്യം, നിന്റെ തെറ്റായ സത്യം, രണ്ടുതരം സത്യമില്ല. നിന്റെ സത്യം തെറ്റ്, എൻ്റെ സത്യം ശരി. എപ്പോഴും അങ്ങനെയാണ്. വസ്തുതകളാണ്. അത് പറയുന്നത് സ്ത്രീ ആവട്ടെ, ദളിതനാവട്ടെ, തൊഴിലാളി ആവട്ടെ, മുതലാളി ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, മുസ്ലിം ആവട്ടെ, വസ്തുതകൾ എല്ലാവർക്കും ഒന്നു. സ്വത്ത് രാഷ്ട്രീയം പോലെ സ്വത്വാധിഷ്ഠിത ജ്ഞാനശാസ്ത്രവും, സ്റ്റാൻഡ് പോയിന്റ് എപ്പിസ്റ്റമോളജി എന്നാണ് പറയുന്നത്. ഫെമിനിസ്റ്റ് എപ്പിസ്റ്റമോളജി, ദളിത് എപ്പിസ്റ്റമോളജി, ജ്ഞാനശാസ്ത്രം, ഇതും ഗോത്രീയമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ വിശ്വാസങ്ങളും വാദങ്ങളും രൂപപ്പെടുത്തുക എന്നത് സമൂഹത്തിലെ ഓരോ ആളുകളുടെയും ശീലമാവേണ്ടതുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പബ്ലിക്കൽ ഡിബേറ്റിലാണ് ഇത് വരേണ്ടത്. പറയുന്ന ആളുടെ സ്വത്വം വാദങ്ങളുടെ സത്യമൂല്യം വിലയിരുത്തുന്നതിൽ ഒരു ഘടകമാവരുത്. സ്റ്റാൻഡ് പോയിന്റ് എപ്പിസ്റ്റമോളജി ട്രൈബൽ എന്നാണ്. കാരണം പബ്ലിക് റീസൺ മസ്റ്റ് ബി കൺസീവ്ഡ് ഓഫ് ആസ് എ നെവർ എൻഡിങ് ക്രിട്ടിക്കൽ ഡിബേറ്റ് എമംഗ് കണ്ടസ്റ്റിംഗ് ഇൻട്രസ്റ്റ്സ്. ഒരു ഓപ്പൺ സൊസൈറ്റിയിൽ പല ഗ്രൂപ്പുകളുണ്ടാവും. ദളിതുകളുണ്ടാവും, ഹിന്ദുത്വക്കാരുണ്ടാവും, മുതലാളിമാരും തൊഴിലാളിമാരും എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും. ഇവർ തമ്മിലുള്ള ക്രിട്ടിക്കൽ ഡിബേറ്റിലൂടെ, ഈ കണ്ടന്റിങ് ഇൻട്രസ്റ്റുകളുടെ ക്രിട്ടിക്കൽ ഡിബേറ്റിലൂടെയാണ് ഒരു സമൂഹം പുരോഗമിക്കുന്നത്. അതല്ലാണ്ട് ഒരാൾക്ക് കൂടുതൽ സത്യമൂല്യമില്ല. അവരെ വസ്തുതകളും വാദങ്ങളും പരസ്യമായി ചർച്ച ചെയ്തിട്ടാണ് ജനാധിപത്യ തീരുമാനത്തിന്. VMSന്റെ യുക്തിവാദവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന ഇതിൽ ഒരു കൊട്ടേഷൻ, ഇത് ഞാൻ എറണാകുളത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പറയാനൊരു കാരണമുണ്ട്. ഈ സ്റ്റാൻഡ് പോയിന്റ് എപ്പിസ്റ്റമോളജി എന്നുള്ള പ്രശ്നമുള്ളതുകൊണ്ടാണ്. ഇത് ഗോത്രീയതയുടെ ഒരു സ്വഭാവമാണ്. മാർക്സിസ്റ്റിൻ്റെ ഉരകല്ല് ഇതാണ്. അത് പറഞ്ഞാണ്, സംഘടിത തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിൽ
അവർ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ, യുക്തിവാദികൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ എന്ന്. നമ്മളെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്റ്റാൻഡുകളെ ഈ തിരിച്ചറിവുകൾ എങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനെ തയ്യാറുണ്ടോ എന്നാണ്. ഇതാണ് മാർക്സിസ്റ്റിൻ്റെ ഉരകലെന്നാണ് VMS പറയുന്നത്. അത് നടപ്പില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ യുക്തിവാദികൾ സാധ്യമല്ല. കാരണം എന്താണ്? ദർ ഇസ് നോ യുണീക്ക് സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ പ്രൊലറ്റേറിയറ്റ് ഓർ ദളിറ്റ്സ് ഓർ വിമൻ ഓർ എനി അതർ ചോസൺ ഗ്രൂപ്പ്. ഏത് ജനതയുടെയാവട്ടെ, ഏത് ഗോത്രത്തിൻ്റെതാവട്ടെ, ഏത് ഗ്രൂപ്പിൻ്റെതാവട്ടെ, ആ ഗ്രൂപ്പ് മാത്രമായി ഈ സമൂഹത്തെ വിമോചിപ്പിക്കുക എന്നൊരു സംഗതിയില്ല. അത് ഗോത്രീയതയുടെ ധാരണയാണ്. എൻ്റെ സമൂഹം പ്രത്യേകമായി ചരിത്രത്തിൻ്റെ നിയമങ്ങളാൽ അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാൽ മോചകരാവാൻ യോഗ്യരാണ് എന്നത് തെറ്റിദ്ധാരണയാണ്. അത് ഗോത്രീയ ചിന്തയാണ്. നമുക്കത് സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പാർട്ടി നിയന്ത്രണ പ്രവർത്തിക്കാൻ യുക്തിവാദികൾ സാധ്യമല്ല. ഇതാണ് ഇതിൻ്റെ തിരിച്ചറിവ്. നോ യുണീക്ക് സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ പ്രൊലറ്റേറിയറ്റ് ഓർ ദളിറ്റ്സ് ഓർ വിമൻ ഓർ എനി അതർ ചോസൺ ഗ്രൂപ്പ് ക്യാൻ ലിബറേറ്റ് ദ ഹോൾ സൊസൈറ്റി. ഇതാണ് അതിൻ്റെ ഫുൾ കൊട്ടേഷൻ. എന്താണ് പാരമ്പര്യാനന്തര സമൂഹം? ഇതാണ് എനിക്ക് പറയാനുള്ള മുദ്രാവാക്യം. പാരമ്പര്യാനന്തര സമൂഹം സയൻസ് വിദ്യാഭ്യാസത്തിലൂടെയാണ്. പോസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റി ത്രൂ സയൻസ് എഡ്യൂക്കേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു, യുക്തി കാലം ഓപ്പൺ സൊസൈറ്റി ഇതാണ്. ഒന്നും ആരും സ്വയം ശോധിക്കാതെ കണ്ണുമടച്ച് ഗ്രഹിയാക്കാലം ബുദ്ധിയാൽ ഇന്ദ്രിയ വസ്തുതകൾ താൻ വെച്ച് നോക്കിയിട്ട് താൻ ദർശനങ്ങൾ സിദ്ധമായി തീരുന്നു എന്ന കാര്യം ആൾക്കാർ സമ്മതിക്കുന്ന കാലം എങ്ങനെ വരണം? ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരെ ദാസരാക്കിയിടും സമ്പ്രദായം തകർക്കുന്ന സയൻസ്. അത് വരണം. ശാസ്ത്രത്തിലൂടെയാണ്, സയൻസിലൂടെ. ശാസ്ത്രം എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. കൗശിക്ക് പറയും ഇവിടെ ശാസ്ത്രവും സയൻസും തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് സയൻസ് തന്നെ പറയാം. സയൻസിന് തോന്നുന്നു ഞാൻ പറയുന്നത്. ഇത് മീരാനന്ദ പറഞ്ഞ കാര്യമാണ്. മൂന്നാം ലോകത്തിലെ മർദ്ദിതരുടെ നിലപാട് തറ സയൻസിൻ്റെതാകണം. ഐ ഇൻസിസ്റ്റ് ദറ്റ് മോഡേൺ സയൻസ് ഈസ് ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ ഒപ്രസ്ഡ് ഇൻ എ തേർഡ് വേൾഡ്. ഇങ്ങനെയാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. ഇതാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് ഉപയോഗിക്കുന്നത്? ശാസ്ത്രത്തിൻ്റെ ചിന്താരീതി സമൂഹത്തിൻ്റെ ചിന്താരീതി ആകുമ്പോഴാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് ഉപയുക്തമാവുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. The refusal to accept anything without demonstration and reason was simultaneously a refusal to bow to the authority of those who have hitherto claimed unique possession of truth. സയൻസിൽ പോപ്പുകളില്ല, നേതാവും അധികാരിയുമില്ല. തെളിവുകളുടെയും യുക്തിചിന്തയുടെയും അടിസ്ഥാനത്തിലാണ് ശരിയും തെറ്റും തീരുമാനിക്കപ്പെടുന്നത്. ഈ ചിന്താരീതി, സയൻസിൻ്റെ ചിന്താരീതി ഒരു സമൂഹം എപ്പോൾ സ്വായത്തമാക്കുമ്പോഴാണ്? It is a scientific refusal to recognize any source of epistemic privilege that translates in society into a refusal to bow to anyone. ആർക്കും മുട്ടുകുത്തുന്നില്ല എന്നൊരു പൗരൻ തീരുമാനിക്കുന്നതിൻ്റെ അതിൻ്റെ ചോദന വരുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ മുട്ടുമടക്കില്ല എന്ന അതിൻ്റെ നിർബന്ധത്തിന് മുകളിലാണ്. ദ റിഫ്യൂസൽ ടു റെക്കഗ്നൈസ് എനി സോഴ്സ് ഓഫ് എപ്പിസ്റ്റമിക് പ്രിവിലേജ്. അതാണ് സമൂഹത്തിലേക്ക് വരുന്നത്. ഇങ്ങനെയാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് പ്രയോജനകരമാകുന്നത്. ഇങ്ങനെയാണ് ശാസ്ത്രത്തിലൂടെ സാമൂഹ്യ വിപ്ലവം വരേണ്ടത്. തൻ്റെ ഗോത്രത്തിൻ്റെ മുൻവിധികൾ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക എന്നതാണ് ഗോത്രീയ ചിന്തയുടെ വഴി. അടഞ്ഞ സമൂഹങ്ങളുടെ രീതിയാണിത്. പാരമ്പര്യാനന്തര സമൂഹം എന്നാൽ ഗോത്രീയ ചിന്ത വെടിഞ്ഞ സ്വന്തമായി ചിന്തിക്കുന്ന വ്യക്തികളുടെ സമൂഹം എന്നാണ് അർത്ഥം. ടേക്ക് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അതായത് വ്യക്തികളുടെ ചിന്താരീതി ഗോത്രീയ ചിന്താരീതിക്ക് പകരം സയൻസിൻ്റെ ചിന്താരീതി ആകുമ്പോഴാണ് സമൂഹം പാരമ്പര്യാനന്തരമാകുന്നത്. ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടി പറയാം. എങ്ങനെയാണോ യുദ്ധത്വരയെ നമ്മൾ കളിക്കളങ്ങളിലേക്ക് മെരുക്കിയത്, അതുപോലെ നമ്മുടെ ഗോത്രീയ ത്വരയെ ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെ നമുക്ക് മെരുക്കിയെടുക്കാം. വിശ്വാസ പ്രസ്ഥാനങ്ങളോട് വിട പറയുക, സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം തന്നെ. ഇതാണ് ഗോത്രീയതയിൽ നിന്നുള്ള രക്ഷപ്പെടൽ. അവസാനം യുക്തിയിൽ ആദ്യത്തെ എഡിറ്റോറിയൽ പറഞ്ഞ ഒരു വാചകം കൂടി പറയട്ടെ. ചാവേറുകളും രക്തസാക്ഷികളുമാവാൻ ഉത്ബോധിപ്പിക്കുന്ന വിശ്വാസാധിഷ്ഠിത മതാത്മക ഗോത്രീയ ചിന്താരീതികളുടെ മാരക സ്വഭാവം ഇന്ത്യക്കകത്തും പുറത്തും കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സ്വന്തമായും സ്വതന്ത്രമായും യുക്തിപൂർവമായും ചിന്തിക്കുക എന്ന യുക്തിയുഗ സന്ദേശം പരക്കെ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. കേരളീയ സമൂഹത്തിൻ്റെ ചിന്താരീതി ഇപ്രകാരം നവീകരിക്കുക എന്നതാണ് യുക്തിയുഗത്തിൻ്റെ സ്വപ്നം, നമ്മുടെ എല്ലാം സ്വപ്നം. ഉള്ളിലും പുറത്തും ഗോത്രീയത തീർക്കുന്ന മതിൽക്കെട്ടുകളെ കടന്നു ചാടി സ്വതന്ത്ര ലോകത്തിലെത്താൻ നമുക്ക് കഴിയും എന്ന് പ്രത്യാശിക്കുക. ഇതൊരു പ്രതിമയാണ്. അയാൾ ആ ചാടിയ പട്ടാളക്കാരൻ്റെ ഇന്നുമുള്ള പ്രതിമയാണ്. നമ്മളും നമ്മുടെ പൂർവികരും ഉയർത്തിക്കെട്ടിയ ഗോത്രീയ മതിലുകളെ നിരപ്പാക്കി. ഇത് ജർമ്മൻ ബെർലിൻ വാളിൻ്റെ അടുത്ത് നിന്നുള്ള അതിൻ്റെ സ്കെയിൽഡ് മോഡലാണ്. അവിടെ കിടന്നിട്ട് ആൾക്കാർ കാണുന്നത്. നമ്മളും നമ്മുടെ പൂർവികരും ഉയർത്തിക്കെട്ടിയ ഗോത്രീയ മതിലുകളെ നിരപ്പാക്കി ആ തുറസ്സുകൾ നോക്കി ചിരിക്കും നമ്മുടെ പിൻഗാമികൾ എന്ന് നമുക്ക് ആഗ്രഹിക്കുമെങ്കിലും ചെയ്യാം. നന്ദി, നമസ്കാരം.